അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവും. അത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നൊന്നും നമ്മൾ എന്തുണ്ടാവില്ല, അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അത് വന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതുവരെ നമുക്ക് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ആയത്, ഇല്ലെങ്കിൽ ഏത് തരത്തിലായി എവിടെ നിന്നാണ് വന്നത് എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അത് പലപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്ന ഉസ്താദുമാര് അതുപോലെ പ്രവർത്തകർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമ്മൾ ചിലപ്പോൾ മൈക്കിൽ സംസാരിക്കുന്നില്ല മറ്റെന്തെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്യുന്ന മെയിൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് വന്നിട്ട് അത് നിങ്ങൾ സിസ്റ്റം സ്കാൻ ചെയ്യേ അല്ലെങ്കിൽ റീസ്റ്റാർട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓരോ വിൻഡോയിലും വരുന്ന എല്ലാ ലെറ്ററുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് എന്ന് കാണുന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ടിക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ ഭാഗങ്ങൾ സെലക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ പിന്നെ സെലക്ട് ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നേരിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്യും. അത് എവിടെയാണോ ഫിനിഷിലെത്തി അവസാനിക്കുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഫിനിഷ് എത്തുന്നത് വരെ നമ്മൾ വേറെ ഒന്നും നോക്കില്ല, വേറെ എങ്ങോട്ടും നോക്കില്ല, ഒന്നും വായിക്കാനൊന്നും നമ്മൾ തയ്യാറല്ല. അത് നെക്സ്റ്റ് അടിച്ച് ലാസ്റ്റ് ഫിനിഷിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ എന്താവും, നമ്മൾ ഉദ്ദേശിച്ച ആ സോഫ്റ്റ്വെയർ നമുക്ക് അതിനകത്ത് സിസ്റ്റത്തിനകത്ത് കിട്ടുക, നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ബാക്കിൽ ഒരുപാട് വേറെ 2-3 സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്രൗസറിനകത്ത് ഒരുപാട് ടൂൾ ബാറുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ ടൂൾ ബാറുകളൊക്കെ നമ്മൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒന്നും എന്താവുന്നില്ല, ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻസ്റ്റാൾ ആവുന്നില്ല. അത് നമ്മൾ വേണമെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് അത് വരുന്നത്. അപ്പൊ നമ്മളത് എന്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. അത് നമ്മൾ വായിച്ചു നോക്കാതെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അത് അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. അതേ സമയത്ത് ആ ചോദിക്കുന്ന സ്ഥലത്ത് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനുള്ള സംവിധാനം അതിനകത്ത് തന്നെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും നമ്മൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ, എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പ്രോബ്ലം, അതുപോലെ സിസ്റ്റം സ്ലോ ആവുന്ന ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ സോഫ്റ്റ്വെയറുകളായിരിക്കും അതെല്ലാം ഉണ്ടാവും. കൂടുതലും ഈ ഡ്രൈവർ സംബന്ധമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും കൂടുതലും വരുന്നത്. ഇനി അഥവാ ഇത്തരത്തിൽ സോഫ്റ്റ്വെയറുകൾ വന്ന് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിനെ ഒഴിവാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ പാനലിൽ പോയിട്ട് വിൻഡോസ് XP ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാം എടുക്കും. അതല്ലെങ്കിൽ വിൻഡോസ് 7 ഉപയോഗിക്കുന്നവരാണെങ്കിൽ പിന്നെ കൺട്രോൾ പാനലിൽ പോയിട്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യും, പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. പക്ഷേ ഈ ഏത് മെത്തേഡ്, ഏത് വിൻഡോസ് XP ആയാലും 7 ആയാലും 8 ആയാലും ഏത് OS ഉപയോഗിക്കുന്നവരായാലും നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിൽ അറിയുന്ന ഒറ്റ മാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഇത് കൺട്രോൾ പാനലിൽ പോവുക, പ്രോഗ്രാം റിമൂവ് ചെയ്യുക. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കുറച്ച് സാധുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിനകത്ത് കാണുന്ന ഐക്കൺ, അത് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഷോർട്ട് കട്ട് വരും. ആ ഷോർട്ട് കട്ടിൽ എന്ത് ചെയ്യും, അത് സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് ആ സോഫ്റ്റ്വെയർ പോകുമെന്ന് ധരിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം. പലരും PM-ലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ അവർ റിമൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നതാണ് ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ബട്ടൺ അടിച്ചിട്ട് പിന്നെ റിമൂവ് ചെയ്യും. അപ്പോൾ പിന്നെ അത് പക്ഷെ ഒരിക്കലും എന്താവുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആവുന്നില്ല. മാത്രമല്ല ജസ്റ്റ് നമ്മളെ ഡെസ്ക്ടോപ്പിൽ നിന്നും അതിന്റെ ആ ഷോർട്ട് കട്ട് ഒന്ന് പോവുക മാത്രമേ ചെയ്യുന്നത്. ഇനി പ്രോഗ്രാം ഫയലിൽ പോയിട്ട് നമ്മളത് റിമൂവ് ചെയ്തു, അൺഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഒരുവിധം സോഫ്റ്റ്വെയറുകളൊന്നും പൂർണ്ണമായിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും അതിന്റെ ഫയലുകൾ എന്ത് ചെയ്യൂല, പൂർണ്ണമായിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്
റിമൂവ് ആയി പോവില്ല. നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള വിൻഡോസിനകത്ത് എവിടെയെങ്കിലും അതിന്റെ ഒന്നോ രണ്ടോ ഫയലുകൾ എന്തുണ്ടാവും, കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഫയലുകൾ അതിലേക്ക് ക്യാച്ച് ചെയ്യും. അത് മാത്രമല്ല, ആ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്തും ഇത്തരം ഫയലുകൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതില് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, പല ആൾക്കാർക്ക് ഒരു അനുഭവത്തിലുണ്ടാവും, ബൈലക്സ് മെസ്സഞ്ചർ നമ്മൾ റിമൂവ് ചെയ്ത് ഇപ്പൊ ഒന്ന് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ധരിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ട് ബൈലക്സ് മെസ്സഞ്ചർ നമ്മൾ റിമൂവ് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് രണ്ടാമത് പുതിയത് അതിന്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്നും ടൈപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ സേവ് ചെയ്താണെങ്കിൽ അത് അതുപോലെ തന്നെ അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ലോഗിൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് ആർക്കൈവിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ മെസ്സേജുകളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് ഓൾറെഡി ഉള്ളതാണ്. അതുപോലെ നമ്മുടെ ഇതിനകത്ത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റൂം ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫേവറേറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്തെല്ലാം കാണും. നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് വന്നാലും ഇത് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആദ്യം നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ഫയലുകൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ആയി പോകാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ പല സോഫ്റ്റ്വെയറുകളും ട്രയൽ വേർഷൻ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ പോലത്തത്. അത് ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കായിട്ട് ഫ്രീ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിലെന്താവും, പിന്നെ ഡൗൺലോഡ് ആവില്ല കറക്റ്റായിട്ട്. പിന്നെ അതിന്റെ സീരിയൽ കീ ചോദിക്കും, അത് രജിസ്റ്റർ ചെയ്യാൻ പറയും. അപ്പൊ ചിലർ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യും. രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിന്റെ രജിസ്റ്ററിങ് ഫയൽ പോയിട്ടുണ്ടാവില്ല, അത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് എത്ര പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഈ പഴയതുപോലത്തെ മെസ്സേജുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഇത്തരം ഫയലുകൾ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയറും നമ്മൾ സിസ്റ്റത്തിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ സിസ്റ്റത്തിനകത്തു നിന്നും ഒഴിവാക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. ഒരുവിധം പ്രവർത്തകർക്കൊക്കെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്കായിട്ടുള്ള ഒരു ചെറിയ, അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അല്ല, സി ക്ലീനർ ഒന്നല്ല. അപ്പൊ നമ്മൾ ആ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ പബ്ലിക്കിൽ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേജ് ഓപ്പൺ ചെയ്യാം. ഒരിക്കലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരും എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്യരുത്. അത് കോപ്പി ചെയ്യുക. നിങ്ങൾ ഇന്റർനെറ്റ് ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്തിട്ട് ഇന്റർനെറ്റ് ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ഈ അഡ്രസ് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. ഓക്കെ, ബൈലക്സിലൂടെ അത് ഡയറക്റ്റ് ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ ആകാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുക എല്ലാവരും. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ ലിങ്ക്. അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാളർ പ്രോ എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, പക്ഷെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എന്താവും, കുറച്ച് കാലത്തേക്ക് അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫ്രീ വെർഷൻ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളെ അതിനകത്ത് ഈ ഫ്രീയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ കൊണ്ട്. ഇനി ഈ സോഫ്റ്റ്വെയർ ആരും എന്ത് ചെയ്യരുത്, ഇത് ആർക്കെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്നതാണെങ്കിലും ആർക്കെങ്കിലും ഇനി അത് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും കാശ് കൊടുത്ത് വാങ്ങണ്ട. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിൽ ജോയിൻ ചെയ്യുക. അതിനകത്തുള്ള എല്ലാ മെമ്പർമാർക്കും ഈ സോഫ്റ്റ്വെയർ ഇതിന്റെ ഫ്രീ അല്ലാത്ത ഒറിജിനൽ ആയിട്ടുള്ള വേർഷൻ തന്നെ എന്താവും നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇത് രജിസ്ട്രേഷൻ ഒന്നും ചോദിക്കാത്ത ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള മെമ്പർമാർക്ക് സുന്നി ഗ്ലോബൽ വോയിസിലൂടെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആരും പേഴ്സണൽ ആയിട്ട് ചോദിക്കരുത്. പേഴ്സണൽ ആയിട്ട് ആർക്കും PM-ലൂടെ അല്ലാതെ ഒന്നും ചെയ്യില്ല. അത് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോഫ്റ്റ്വെയർ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാളർ എന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓപ്പൺ ആയി വരും. ആ പേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു റെഡും അല്ല യെല്ലോ അല്ലാത്തൊരു കളറിൽ, കളറിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആവും.
ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരും നേരിട്ട് എന്ത് ചെയ്യരുത്, അത് ഓറഞ്ച് ബനാന കളർ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, ഒരു ഓറഞ്ച് കളറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും നമ്മൾ അനാവശ്യ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുനിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർ അതിന്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത് ഡൗൺലോഡ് ആയ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരും വെൽക്കം ടു ദ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ സെറ്റപ്പ് വിസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ വരും. അതിനകത്ത് കാണുന്ന നെക്സ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പേജ് നമ്മൾ ശരിക്കും വായിക്കണം. അതിനകത്ത് നമുക്ക് AVGയുടെ ആന്റിവൈറസ് സെക്യൂരിറ്റി ടൂൾ ബാർ വേണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതിനകത്ത് ഒരു ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നമ്മൾ ആ ടിക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ കാണുന്നുണ്ട് അക്സെപ്റ്റ് ദ ടേംസ് ഓഫ് AVG എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെന്റ് ആൻഡ് പ്രൈവസി പോളിസി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതിനകത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടാവും. ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മൾ എന്താ അക്സെപ്റ്റ് എന്ന് കാണുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതും സെലക്ട് ചെയ്യും. പക്ഷെ ഇവിടെ കാണുന്ന ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോക്കകത്ത് 3 സ്ഥലത്ത് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ 3 ലൈൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ആരെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സോഫ്റ്റ്വെയറും കൂടി അതിന്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആവും. അതുകൊണ്ട് ഫസ്റ്റത്തെ വിൻഡോയിൽ നിന്നും നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വിൻഡോക്കകത്ത് ഒരു കോളത്തിലും നമ്മൾ ടിക്ക് ചെയ്യരുത്. എല്ലാം ബ്ലാങ്ക് ആക്കി തന്നെ വെച്ചതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നത് നമുക്ക് ഈ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോയുടെ ലൈസൻസ് എഗ്രിമെന്റ് ആണ്. ഈ ലൈസൻസ് എഗ്രിമെന്റ് അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഐ അക്സെപ്റ്റ് ദ എഗ്രിമെന്റ്, ഐ ഡു നോട്ട് അക്സെപ്റ്റ് ദ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ. അതിനകത്ത് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഡ്രൈവിനകത്താണോ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഡിഫോൾട്ടായിട്ടും പിന്നെ വരുന്നത് C ഡ്രൈവിൽ തന്നെ ആയിരിക്കും. അതിൽ പ്രശ്നമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നെക്സ്റ്റ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ വരുന്നുണ്ട് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ. ഡെസ്ക്ടോപ്പിലെ ഐക്കൺ പിന്നെ വേണോ വേണ്ടോ എന്നുള്ളതാണ്. പിന്നെ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ ടു ടാസ്ക് ബാർ. ടാസ്ക് ബാറിനകത്ത് നമുക്ക് കാണണോ വേണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ടിക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഡെസ്ക്ടോപ്പിനകത്ത് നിങ്ങൾക്ക് ഐക്കൺ വേണമെങ്കിൽ ടാസ്ക് ബാറിനകത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊടുത്താൽ മതി. എന്തായാലും അതിനകത്ത് നമ്മൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആവും. അത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ, 1 മിനിറ്റിനുള്ളിൽ അത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഫിനിഷ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ലോഞ്ച് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ആ സോഫ്റ്റ്വെയർ. ഇനി ആ സോഫ്റ്റ്വെയറിന്റെ ഉപകാരങ്ങൾ, ഇപ്പൊ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിന്റെ സ്ക്രീൻഷോട്ട് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, അതും നമ്മുടെ ക്ലാസ് റൂമിലെ ഗ്രൂപ്പ് മെയിലിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ അബൂറഫ നമ്മുടെ SCV യൂട്യൂബ് ചാനലിനകത്തും അത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കീഷോർ ഉസ്താദ് ഇവിടെ അടിക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ അത് ഓപ്പൺ ചെയ്താൽ മതി. അതിനകത്തേക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ സുന്നി ഗ്ലോബൽ വോയിസ് ഗ്രൂപ്പ് മെയിലിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഇപ്പോൾ ലൈവായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഹോം വിൻഡോ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ സിസ്റ്റത്തിന് ഡെസ്ക്ടോപ്പിൽ. ആ ഹോം വിൻഡോക്കകത്ത് ജനറൽ ടൂൾസ്, ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ്, ഇന്റർനെറ്റ് ബ്രൗസർ ടൂൾസ്, റിപ്പോർട്ട്സ്, ജനറൽ സെറ്റിംഗ്സ്, ഹെൽപ്പ്, എബൌട്ട്, എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 8ഓളം ഓപ്ഷൻസുകളും കാണാൻ സാധിക്കും. 8ഓളം ഓപ്ഷൻസുകൾ അതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിന്റെ ജനറൽ ടൂൾസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജനറൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വിൻഡോ വരും. ആ വിൻഡോക്കകത്ത് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം, മോണിറ്ററൈസ്ഡ് ഇൻസ്റ്റാളേഷൻ, സ്റ്റാർട്ടപ്പ് മാനേജർ, സർവീസ് മാനേജർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനകത്ത് ഏതാണ്ട് ഒരു 10ഓളം ഓപ്ഷൻസുകൾ അതിനകത്തും കാണാൻ സാധിക്കുന്നുണ്ട്.
പക്ഷെ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസുകളൊന്നും കയറിയിട്ട് എന്ത് ചെയ്യരുത്, ആരും പരീക്ഷണം നടത്താൻ നിൽക്കരുത്. കാരണം ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് കയറിയിട്ട് എല്ലാത്തിലും കയറിയിട്ട് ആരും പരീക്ഷണം നടത്തരുത്, അറിയാത്തവര്. ഇപ്പൊ സാധാരണക്കാർക്ക് അതിനകത്തുള്ള എല്ലാ ടൂൾസുകളൊന്നും ആവശ്യമില്ല. അവിടെ 1-2 ടൂൾസുകൾ മാത്രമേ സാധാരണക്കാർക്ക് ആ സോഫ്റ്റ്വെയർ കൊണ്ട് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടുള്ള ഉപകാരമാണ് ഈ പറയുന്നത്. അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള ഉപകാരം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി പറയാം. അപ്പൊ ഈ സെക്കൻഡ് വിൻഡോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ പ്രോഗ്രാംസ് എന്ന് കാണുന്ന ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് വിൻഡോ ഓപ്പൺ ആയി വരും. അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആഡ് ഓർ റിമൂവ് പ്രോഗ്രാമിലോ ഇല്ലെങ്കിൽ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിനകത്ത് നിന്ന് ഒരു സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്യേണ്ട എങ്ങനെയാണ് പോകുന്നത്, കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ അവിടെ കാണുന്ന എല്ലാ പിന്നെ സോഫ്റ്റ്വെയറുകളും എന്ത് ചെയ്യും, ഇവിടെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അൺഇൻസ്റ്റാൾ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, കാണാൻ സാധിക്കും. എല്ലാ പ്രോഗ്രാംസും ഉണ്ടാവും. അതിനകത്ത് നമ്മൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ നമുക്ക് വേണ്ടാത്തത്, ഏത് പ്രോഗ്രാമാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കൺട്രോൾ പാനൽ പോയി ചെയ്യുന്നതിന് പകരം ഈ അൺഇൻസ്റ്റാൾ പ്രോ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്നുള്ള ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ കയറിയിട്ട് ഇതിനകത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി എങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് റിമൂവ് ഏതാണോ റിമൂവ് ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. കൺഫേം അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വിൻഡോ. ആ ചെറിയ വിൻഡോക്കകത്ത് താഴെയായിട്ട് ആഫ്റ്റർ അൺഇൻസ്റ്റാൾ സ്കാൻ ദ ഡിസ്ക് ആൻഡ് രജിസ്ട്രി ഫോർ പ്രോഗ്രാം ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു മെസ്സേജ്, അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ചെറിയ കോളം അവിടെ കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ എന്ന് കാണുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അൺഇൻസ്റ്റാൾ എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചില സോഫ്റ്റ്വെയറുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേണോ വേണ്ടോ എന്നുള്ള മെസ്സേജുകളൊക്കെ ചിലതിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും, ചിലത് ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ആവും. എന്തായാലും ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് പൂർണ്ണമായിട്ടും പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണോ ഇല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ പൂർണ്ണമായിട്ട് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ആ പ്രോഗ്രാം റിമൂവ് ആവും. ഇത് റിമൂവ് ആയി കഴിഞ്ഞതിന് ശേഷം, പൂർണ്ണമായിട്ട് റിമൂവ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതേ അൺഇൻസ്റ്റാൾ പ്രോയിൽ മറ്റൊരു സ്കാൻ ഫോർ ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ദ ട്യൂണപ്പ് അൺഇൻസ്റ്റാൾ, അതായത് ഞാനിപ്പോൾ ഇവിടെ ട്യൂണപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയൊക്കെയോ അതിൻ്റെ ഫയലുകളുണ്ടോ ആ ഫയലുകളെല്ലാം എന്ത് ചെയ്യും, ഈ സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്യും. നമ്മുടെ സിസ്റ്റം മൊത്തം സ്കാൻ ചെയ്യും. നമ്മൾ റിമൂവ് ചെയ്ത ആ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയൊക്കെയോ ഫയലുകൾ കിടക്കുന്നുണ്ടോ ആ ഭാഗം, അതായത് നമ്മുടെ സിസ്റ്റം മൊത്തം സ്കാൻ ചെയ്യും ഈ സോഫ്റ്റ്വെയർ. ഇതിന്റെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉപകാരം അതാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഉപകാരം കിട്ടുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഒരു സംഗതി നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അത് ഒഴിവാക്കിയതിനുള്ള ഉപകാരം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത്തരം നമ്മൾ ഇപ്പൊ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 1 വർഷമോ 2 വർഷത്തിനൊന്നും പിന്നെ ഫോർമാറ്റോ കാര്യങ്ങളൊന്നും ഇപ്പൊ സാധാരണക്കാരൊന്നും സിസ്റ്റം ഫോർമാറ്റ് ചെയ്യലൊക്കെ അപൂർവമായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്തേക്കും ഫോർമാറ്റ് ചെയ്യുന്നത്. അതുവരെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം എടുക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആവാൻ സാധ്യതയുണ്ട്.
അത്തരം ആൾക്കാർക്കൊക്കെ നമ്മൾ ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് റിമൂവിൽ പോയിട്ട് റിമൂവ് ചെയ്യാന്നല്ലാതെ മറ്റു ഫയലുകളൊന്നും അതിന്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷെ കുറെ കഴിയുന്ന സമയത്തായിരിക്കും സിസ്റ്റം വളരെയധികം സ്ലോ ആയിട്ട് വരും. ഒരു പ്രോഗ്രാം ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആയി വരുന്നൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ റാമിനും പ്രൊസസ്സറിനും ഒക്കെ താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കടന്ന് ഇത്തരം ഫയലുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് നമ്മൾ അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വിൻഡോ ആരും പെട്ടെന്ന് ഫിനിഷ് അടിച്ച് അത് ക്ലിയർ ചെയ്യരുത് കേട്ടോ. ഫുള്ളായിട്ട് പറഞ്ഞതിന് ശേഷം ഫിനിഷ് അടിച്ചാൽ മതി. പിന്നെ കിട്ടുന്ന വിൻഡോക്കകത്ത് അത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഇതിനകത്ത് ട്യൂണപ്പ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിന്റെ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഡെമോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു. ആ സോഫ്റ്റ്വെയർ ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആയി പൂർണ്ണമായിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ അൺഇൻസ്റ്റാൾ പ്രോഗ്രാമിന്റെ ഈ വിൻഡോക്കകത്ത് സെറ്റിംഗ്സ്, സ്കിപ്പ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബട്ടണുകളാണ് താഴെ നമുക്ക് കാണാൻ പറ്റുക. ഈ 3 ബട്ടണുകളിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റം സ്കാൻ ചെയ്യൽ തുടങ്ങും. സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്യൽ തുടങ്ങും. അതൊരു അല്പസമയം, ഇപ്പോൾ നമ്മൾ ചില സോഫ്റ്റ്വെയറുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് ചിലപ്പോൾ സ്കാൻ ചെയ്യും. ചിലത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ സ്കാൻ ചെയ്ത് കഴിയും. കാരണം അത് ആ ഫയലുകൾ മറ്റുള്ള സിസ്റ്റത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്കാനിങ് തീരും. അതല്ല എല്ലാ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സ്കാൻ ചെയ്യാൻ ഒരു അല്പം സമയം എടുക്കും. പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. അത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്ന വിൻഡോക്കകത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയൊക്കെ ആയിരുന്നോ അതിന്റെ ഫയലുകളുള്ള ആ ഭാഗങ്ങൾ മൊത്തം അതിനകത്ത് കാണിക്കും. ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ റിമൂവ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ ഫയലുകൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളതെങ്കിൽ ആ ഭാഗങ്ങൾ മൊത്തമായിട്ടും അതിനകത്ത് ആ വിൻഡോക്കകത്ത് നമുക്ക് കാണിച്ചു തരും. അതായത് എവിടേക്കുള്ള, ഇനിയിപ്പോൾ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അതല്ല എല്ലാ ഭാഗത്തു നിന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വിൻഡോന്റെ താഴെയായിട്ട് സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബട്ടൺ കാണാം. ആ സെലക്ട് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം സെലക്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ സെലക്ട് ഓളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോക്കകത്ത് വന്നിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ ഭാഗത്താണ് ഫയലുകൾ അത് കംപ്ലീറ്റ് ഭാഗങ്ങളും സെലക്ട് ആവും. അത് സെലക്ട് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ വീണ്ടും അതുപോലെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഏതൊക്കെ ഭാഗങ്ങളിലാണോ ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ അവിടെ അതുപോലെ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലോസ്, അതായത് ഫയൽ എല്ലാം ക്ലീൻ ചെയ്തു കഴിഞ്ഞു, ആ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റിമൂവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം പൂർണ്ണമായിട്ടും നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് എന്തായി, റിമൂവ് ആയിപ്പോയി. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്യാൻ മറന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വന്നിട്ട് നിങ്ങൾക്ക് ആ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല അതിനകത്ത്. അതിന് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം അതേ സോഫ്റ്റ്വെയർ തന്നെ രണ്ടാമതും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഏതാണോ റിമൂവ് ചെയ്തത് രണ്ടാമതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ റിമൂവ് ചെയ്തതെങ്കിൽ ആ സോഫ്റ്റ്വെയർ രണ്ടാമതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള രജിസ്റ്ററി ഫയലിനകത്തൊക്കെ നമുക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട്. പക്ഷെ അറിയാത്തവർ എന്ത് ചെയ്യരുത്, അതിനകത്ത് കളിക്കാൻ നിൽക്കരുത്. സിസ്റ്റത്തിനകത്ത് കൂടുതൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഫയലുകളൊക്കെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതൊന്നും വേണ്ടാത്തതാണെന്നുള്ള രീതിക്ക് നമ്മളത് ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ സിസ്റ്റം തന്നെ ചിലപ്പോൾ വർക്ക് ആവില്ല, ചിലപ്പോൾ സ്റ്റാർട്ടിങ്, ചിലപ്പോൾ ഏതെങ്കിലും വിൻഡോസ് ഫയലായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് അടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള പ്രോഗ്രാം റിമൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ അൺഇൻസ്റ്റാൾ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ, ഇപ്പം നമ്മൾ പ്രോഗ്രാം റിമൂവ് ചെയ്ത് അത് ക്ലിയർ ചെയ്തു. ഇനി ഇതിന് മുന്നേ ഒരുപാട് ഫയലുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നോർമലായിട്ട് റിമൂവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് സി ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സി ക്ലീനർ പിന്നെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. സി ക്ലീനർ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഉപകാരം എന്താണെന്നുള്ളത് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഒരുപാട് രജിസ്ട്രി ഫയലുകൾ, ടെമ്പററി ഫയലുകളൊക്കെ സി ക്ലീനർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഹലോ, ശബ്ദം കേൾക്കുന്നില്ല? ഓക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അതേ സി ക്ലീനറിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ നേരത്തെ നമ്മൾ എടുത്തത് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്ന ഭാഗമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന്റെ ഹോം സ്ക്രീനിലേക്ക് ഒന്നും കൂടി തിരിച്ചു പോവാം. അതായത് ഈ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോവുക. ആ ഹോം സ്ക്രീനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷനാണ് നമ്മൾ എടുത്തത് ജനറൽ ടൂൾസ്. അതിനകത്ത് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻസ് ഉണ്ട് ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് തന്നെ കാണാൻ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഫസ്റ്റിൽ തന്നെ കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എത്ര ഡ്രൈവ് ഉണ്ടോ, CDEFG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രൈവുകൾ, അത് എത്ര ഡ്രൈവ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം. ഉസ്താദ് നമ്മളെ ഇതിന്റെ അൺഇൻസ്റ്റാൾ ചെറുപ്പുസ്താദ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അൺഇൻസ്റ്റാൾ പ്രോഗ്രാമിന്റെ ഹോം വിൻഡോ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് കിട്ടിയൊരു വിൻഡോ ഉണ്ടല്ലോ, ഹോം വിൻഡോ അറിയില്ലേ? നമ്മൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജനറൽ ടൂൾസ്, ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് ജനറൽ ടൂൾസ് ആയിരുന്നു. ഇനി നമുക്ക് ജനറൽ ടൂൾസ് അല്ല, അതിനകത്ത് രണ്ടാമത് കാണുന്ന ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ വരും, ഒരു പേജ് വരും അതിനകത്ത് തന്നെ. ആ പേജിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം. ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് താഴെ കാണാൻ പറ്റും, വലതുവശത്ത് താഴെയായിട്ട്. ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വിൻഡോക്കകത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എത്ര ഡ്രൈവ് ഉണ്ടോ ആ ഡ്രൈവുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹാർഡ് ഡിസ്ക് നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് അവിടെ കാണിക്കും. അപ്പോൾ പിന്നെ എത്ര ഡ്രൈവുകളുണ്ട് ആ ഡ്രൈവുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മളെ പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ 2 ഡ്രൈവ് ഉണ്ട്, സിയും ഇയും ഡ്രൈവുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ കൂടുതലും നിങ്ങൾ നമ്മളെ ഈ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫയലുകളൊക്കെ സേവ് ചെയ്യുന്നത്, ഇതൊക്കെ കൂടുതലും ഇയിലോ ഇല്ലെങ്കിൽ സിയിലെ പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, C&F ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഡോക്യുമെന്റ്സിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടോ അതിനകത്തൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇതുകൊണ്ടുള്ള ഉപകാരം, നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരേ ഫയല് ചിലപ്പോൾ 2ഉം 3ഉം സ്ഥലത്ത് നമ്മളെ സിസ്റ്റത്തിൽ ഒരേ ഡ്രൈവിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അതുകൊണ്ട് ആവശ്യമില്ലല്ലോ, ഒരൊറ്റ ഫയൽ മതിയല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിവിടെ നടക്കുന്ന ഒരു ഫിക്ക് ക്ലാസ്, അത് ഡൗൺലോഡ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തു സിസ്റ്റത്തിനകത്ത്. വീണ്ടും ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഫിക്ക് ക്ലാസ് എന്ന് കണ്ടാണ് നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫയൽ തന്നെ ആയിരിക്കും രണ്ടാമതും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഒരൊറ്റ ഫയൽ നമുക്ക് ആവശ്യമുള്ളൂ, 2 ഒരേ പ്രോഗ്രാമിന് 2 ആവശ്യമില്ലല്ലോ, ഒറ്റൊന്നല്ല ആവശ്യമുള്ളൂ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനകത്ത് 2 ഒന്നിൽ കൂടുതൽ വരുന്ന സെയിം ഫയലുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്നുള്ള ഈ ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് ഏത് ഡ്രൈവാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ താഴെ കാണാൻ പറ്റും സെർച്ച് ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് സെലക്ട് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഓൾ ഫയൽസ്, 2 ഓൺലി മോസ്റ്റ് കോമൺ ഫയൽ ടൈപ്പ്. അതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് AVI, MP3, RAR, ZIP എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓൾ ഫയൽ സെലക്ട് ചെയ്യാം. ഓൾ ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം, അതിനകത്ത് ഇമേജ് ആണെങ്കിൽ ഇമേജ് എല്ലാം. പക്ഷെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സ്കാൻ ചെയ്യും സിസ്റ്റം പിന്നെ മൊത്തം സ്കാൻ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രൈവ് ഏതാണോ
ആ ഡ്രൈവ് പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളെ സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടെങ്കിൽ അതെല്ലാം അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. അതിനുശേഷം നമുക്ക് അതിനകത്ത് വേണ്ടാത്ത ഫയലുകൾ സെലക്ട് ചെയ്ത് അത് നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുനിന്ന് നമ്മുടെ സിസ്റ്റത്തിനകത്തുനിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ മെയിൻ ഫയൽ ഒറിജിനൽ ഫയൽ മാത്രമേ സിസ്റ്റത്തിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫോട്ടോ ഇപ്പോൾ ഇപ്പൊ SGVന്റെ ഈ ഒരു വിൻഡോയുടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു. അതിനകത്ത് നിങ്ങൾ പേര് കൊടുത്തു, അത് SGV പിക്ചർ 1 എന്നുള്ള പേര് നിങ്ങൾ കൊടുത്തിട്ട് സേവ് ചെയ്തു. അത് സേവ് ചെയ്തത് നിങ്ങൾ PNG ഫയലിലാണെന്ന് ധരിക്കാം. PNG ഫയലിലാണെങ്കിൽ ഇതേ സെയിം പേരില് ഒരു JPEG ഫോർമാറ്റിലുള്ള ഒരു ഫയലും കൂടി നിങ്ങൾ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ ഫയൽ നെയിമാണ്. അല്ലാതെ ഫോട്ടോ നോക്കിയിട്ടല്ല സ്കാൻ ചെയ്യുന്നത്, നമ്മുടെ ഫയൽ നെയിം ആണ് അത് സ്കാൻ ചെയ്യുക. അപ്പൊ ഈ ഫയൽ നെയിം സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരേ പേരില് വ്യത്യസ്ത ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അത് കാണിക്കും ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുള്ള് ഫയലുകളും എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളാണോ ആ സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫുള്ള് ഫയലുകളും അതിനകത്ത് കാണിച്ചു തരും. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് നോക്കണം, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു അതിനകത്ത് കാണിച്ചു തരും ഏത് ഭാഗത്ത് ഈ കമ്പ്യൂട്ടറിന്റെ ഏത് ഭാഗത്താണ് ഈ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ റൂട്ട് അതിനകത്ത് കാണിച്ചു തരും. അതെല്ലാം നമ്മൾ കറക്റ്റ് ആ റൂട്ടിലൂടെ പോയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, ഇല്ലെങ്കിൽ സെയിം രണ്ട് ഫയലും ഒന്ന് തന്നെയാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ സെലക്ട് ചെയ്തതെല്ലാം സിസ്റ്റത്തിനകത്തുനിന്ന് റിമൂവ് ആയിട്ട് അത് ക്ലിയർ ആയിട്ട് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് വ്യത്യസ്ത ഫയലുകളാണെങ്കിൽ അതെല്ലാം ഇത് സ്കാൻ ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള പേരിലേക്ക് കാണിച്ചു തരിക. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിലീറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് ആവശ്യമില്ലാത്തൊക്കെ സോഫ്റ്റ്വെയർ നോക്കിക്കോളും എന്നുള്ള രീതിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ അതോടുകൂടി റിമൂവ് ആയി പോകും. ഇത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാൻ കഴിയാത്തവരെന്ത് ചെയ്യണ്ട, അതിന് കൂടുതൽ റിസ്ക് എടുക്കേണ്ട. ജസ്റ്റ് ഒന്ന് ടെമ്പററി ഫയലുകൾ അല്ല അനാവശ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ കുറച്ചൊരായിട്ടുള്ളവർക്കൊക്കെ ചെയ്യാം, പക്ഷെ അല്ലാത്തവർക്കും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന പേരിൽ നമുക്ക് കാണിക്കുന്ന ചാർട്ടിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം അതിന്റെ റൂട്ട് അതിൽ കാണിക്കും. ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലേ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, അത് ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള രണ്ടാമത്തെ ഒരു ടൂൾസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഈ രണ്ട് ടൂൾസും അതിനകത്തുള്ള ഈ രണ്ട് ഓപ്ഷൻസുകൾ വെച്ചിട്ട് നമ്മളെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്തുനിന്ന് റിമൂവ് ആവില്ല, അതിന്റെ ഫയലുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സിസ്റ്റം സ്ലോ ആവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ ഒരാൾ ഇത് പറയുന്ന സമയത്ത് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചില ഫയലുകൾ നമ്മൾ ഈ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ സിസ്റ്റത്തിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ സിസ്റ്റത്തിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനൊരു എളുപ്പമാർഗമല്ല, എന്നാലും അറിയുന്നവരെ അത് ചെയ്യാൻ ധൈര്യമുള്ളവര് സിസ്റ്റമിന്റെ അത് കൊളാക്കരുത് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്നവര് നമ്മുടെ സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മൾ റൺ പ്രോഗ്രാം ഇത് ഓപ്പൺ ചെയ്യുക. റൺ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് രജിസ്റ്റർ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഓക്കെ ഞാൻ ഇപ്പോൾ അടിച്ച പോലെ തന്നെ രജിസ്റ്റർ എഡിറ്റ് അതിന്റെ ഷോർട്ടുള്ള REGEDIT റെഗ് എഡിറ്റ് രജിസ്റ്ററി എഡിറ്റർ എന്നാണ് അതിന്റെ ഫുള്ളായിട്ട് വരുന്നത്. ഈ രജിസ്റ്ററി എഡിറ്റർ എന്നുള്ള ഷോർട്ടായി നമ്മളെ റണ്ണിനകത്ത്
ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രി എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ രജിസ്ട്രി എഡിറ്ററിനകത്ത് നമ്മൾ ഒരുപാട് ഫയലുകൾ കാണാൻ സാധിക്കും. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. പക്ഷെ അതിനകത്ത് നിന്ന് ആരും എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പില്ലാതെ ഒരു സംഭവം റിമൂവ് ചെയ്യരുത്. പിന്നെ ചിലപ്പോൾ സിസ്റ്റം ഓൺ ആയില്ലാന്ന് വരും. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്തില്ല, വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇതുപോലെ റിമൂവ് ചെയ്ത സോഫ്റ്റ്വെയറുകളുടെ ഫയലുകൾ ചിലപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രി എഡിറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എഫ് പ്രസ് ചെയ്യുക. കൺട്രോൾ എഫ് എന്ത് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്യുക. കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വിൻഡോ വരും. അതിനകത്ത് നമ്മൾ ഏത് പ്രോഗ്രാം ആണോ നമ്മൾക്ക് കാണാൻ അവിടെ ഒഴിവാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അതിന്റെ ഫയലുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ബൈലക്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് രജിസ്റ്റർ എന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്യും. അതിന്റെ രജിസ്റ്റർ എവിടെയാന്നുള്ളത് സെർച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഫയൽ നമുക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരും. അത് ഓപ്പൺ ആക്കി കാണിച്ചു തരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നിട്ടും അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ മാത്രം നമുക്ക് അവിടുന്ന് ഡിലേറ്റ് അടിക്കാം. അത് ഡയറക്റ്റ് നമ്മൾ ഡിലേറ്റ് ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. അവിടുന്ന് ഡിലേറ്റ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാമുകൾ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യില്ല. ആ സിസ്റ്റത്തിനകത്ത് പിന്നെ അത് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മാത്രം മതി. കൺട്രോൾ എഫ് അടിക്കുക. അതിനകത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലത് പെട്ടെന്ന് തന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ആൻസർ റിസൾട്ട് നമുക്ക് കാണിച്ചു തരും. ആ ഫയലും അതിന്റെ രജിസ്ട്രി ആയിട്ടുള്ള അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാ ഫയലുകളും കാണിച്ചു തരും. അപ്പോൾ കാണിച്ചു തരുന്ന ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ബൈലക്സ് മെസ്സഞ്ചർ ആണ് അടിക്കുന്നതെങ്കിൽ ബൈലക്സ് മെസ്സഞ്ചർ എന്ന് തന്നെ അവിടെ സെലക്ട് ആയിട്ട് കാണാം. ആ ബൈലക്സ് മെസ്സഞ്ചറിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് ബട്ടൺ പ്രസ് ചെയ്യല്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് സെലക്ട് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സിസ്റ്റത്തിൽ നിന്നാണ് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ആ ഒരു മെത്തേഡ് ആരും എന്ത് ചെയ്യണ്ട, യൂസ് ചെയ്യണ്ട. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ഡിലേറ്റ് ചെയ്യുന്നത് റോങ് ആയി പോയാൽ ഏതെങ്കിലും പിന്നെ വിൻഡോസിന്റെ ഫയലുകളോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഏതെങ്കിലും ഫയലുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഫയൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ 1 KB 2 KB കപ്പാസിറ്റി ഉള്ള ഫയലുകളായിരിക്കും. പക്ഷെ അത് നിങ്ങൾ അത് ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതി ചിലപ്പോൾ റിമൂവ് ആൻഡ് ഡിലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം എന്താവും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സോഫ്റ്റ്വെയറിനകത്ത് 2 ഓപ്ഷൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ 2 ഓപ്ഷൻസുകൾ മൂന്നാമത്തതൊന്ന് നമ്മൾ സി ക്ലീനർ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ രജിസ്ട്രി ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത അതേ സോഫ്റ്റ്വെയറിനകത്ത് അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ സോഫ്റ്റ്വെയറിനകത്ത് ഹോം വിൻഡോ എടുക്കുക. അതിനകത്ത് ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിന്റെ താഴെയായിട്ട് രജിസ്ട്രി ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ രജിസ്ട്രി ഫയലുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് അതിനകത്ത് തന്നെ ഓപ്പൺ ആയിട്ട് വരും. ആ ലിസ്റ്റിനകത്ത് പിന്നെ എന്ത് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള രജിസ്ട്രി ഫയലുകളൊക്കെ എന്ത് ചെയ്യും, ക്ലിയർ ആയി പോകും. അത് ഈ സി ക്ലീനർ ഉപയോഗിക്കുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്കും തന്നെ അതിനകത്ത് വേറെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. രജിസ്ട്രി ക്ലീനർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വിൻഡോക്കകത്ത് എവിടേക്കാണോ രജിസ്ട്രി ഫയലുകൾ ഉള്ളതെങ്കിൽ അതെല്ലാം അതിനകത്ത് കാണിക്കും. അതെല്ലാം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ രജിസ്ട്രി ഫയലുകളൊക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് എന്താവും, ക്ലിയർ ആയി പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫിനിഷ് അടിക്കുക. ഫിനിഷ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് എന്താ നമ്മുടെ രജിസ്ട്രി ആയിട്ടുള്ള ഫയലുകളൊക്കെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. ഇനിയും ഒരുപാട് ഓപ്ഷൻസുകൾ ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. പക്ഷെ എല്ലാം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അറിയുന്നവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതിലെ ഓരോ ടൂൾസുകൾ എടുത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഒരുപാട് ഉപകാരം നമ്മുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. പിന്നെ ഓക്കെ, അതിൻ്റെ ലിങ്ക് ഇവിടെ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതാണ് ഇട്ടിട്ടുണ്ട് ലിങ്ക്. ഓക്കെ, പിന്നെ
അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് PM ചെയ്തിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ചോദ്യകർത്താക്കൾ വരുന്നതിന് മുന്നേ നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് കൂടുതലൊന്നുമില്ല, പ്രാവശ്യം കുറഞ്ഞ മെയിലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിനകത്ത് വന്നത് ജസ്റ്റ് ഒന്ന് റേഡിയോ ശ്രോതാക്കളൊക്കെ ഉണ്ടായത് കൊണ്ട് ജസ്റ്റ് അവരുടെ പിന്നെ ഇതിനും വേണ്ടിയിട്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ട് മുഹമ്മദ് റയീസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ, വി നീഡ് ലൈക്ക് ദിസ് ക്ലാസ് ഫോർ കോമൺ പീപ്പിൾ, ജസാക്കുമുല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മുടെ അബൂറഫ നമ്മുടെ ഫസ്റ്റ് IT ക്ലാസിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ സുഹൃത്ത് നമുക്ക് മെയിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കുമെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട്. വീണ്ടും അവരുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ അടുത്തത് ഫഹദ് ഖാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു മെയിൽ ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഞാൻ BCom ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഡ്രോയിങ് ഒഫീഷ്യലായി പഠിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം വരക്കും, ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യാറുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. സ്കോപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോഴ്സ് എക്സെട്ര എന്നിവയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് അയച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോഴ്സുകൾ, ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കോഴ്സുകൾ ഏതാണ് ഏറ്റവും ബെറ്റർ, എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SGയുടെ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടുള്ള സാബിർ കുവൈത്ത് എന്ന് പറയുന്ന ID ഉണ്ട്, അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൽ ID വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അദ്ദേഹം SGയുടെ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഗ്രാഫിക്സ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കോഴ്സുകളായാലും, ഗ്രാഫിക്സ് ഡിസൈനിങ് ആയാലും വെബ് ഡിസൈനിങ് ആയാലും അതുപോലെ അത്തരം ഫീൽഡുകളിലൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് അതിനുള്ള കോഴ്സിനേക്കാൾ അതിന്റെ ജസ്റ്റ് ഒരു ബേസിക് കിട്ടിയാൽ തന്നെ ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനകത്തൊരു വാസന ഉണ്ടാവും, ആ ഒരു കലാപരമായിട്ടുള്ള. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മൾ ഒരുപാട് കോഴ്സുകൾ പോയി പഠിച്ച് ഒരുപാട് കാശ് ചെലവാക്കുന്നതിനും അത്യാവശ്യം അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയ കോഴ്സുകൾ ഏതാണുള്ളതെങ്കിൽ അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുണ്ടെങ്കിൽ അത് എടുക്കുക. നിങ്ങൾക്ക് കഴിവുള്ള ആളാണെങ്കിൽ കൂടുതൽ കാശ് ചെലവാക്കാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലാക്കണമെങ്കിൽ കോഴ്സിന് പോലെ നിർബന്ധമായതുകൊണ്ട് കൂടുതൽ കാശ് ചെലവാക്കാത്ത ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഗ്രാഫിക്സിൽ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് ബാക്കി നിങ്ങളുടെ ഡിസൈനിങ്ങിൽ നിങ്ങളുടെ കാഴ്ചക്കും അനുസരിച്ചാണ് ഗ്രാഫിക്സ് വർക്കുകളെല്ലാം നടക്കുന്നത് എന്ന് ആ സുഹൃത്തിനെ അറിയിക്കുന്നു. ഇനി അതുപോലെ മറ്റൊരു സുഹൃത്ത് അടിച്ചിട്ടുള്ളത്, പ്രിയ SGV പ്രവർത്തകരെ, എനിക്ക് നിങ്ങളുടെ എല്ലാ ക്ലാസുകളും ഒന്ന് മെയിൽ ചെയ്ത് തരുമോ? വളരെ ഉപകാരമായിരുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. ആ സുഹൃത്തിനോട് പറയാനുള്ള, അദ്ദേഹം റേഡിയോ ശ്രോതാവാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനോട് പറയാനുള്ള നമുക്ക് മെയിൽ ചെയ്യാൻ യാതൊരു ഓപ്ഷൻസും ഇല്ല ക്ലാസ്സുകൾ. കാരണം നമ്മുടെ റൂമിനകത്ത് നടക്കുന്ന എല്ലാ ഷെഡ്യൂൾഡ് ക്ലാസ്സുകളും ഒരു മണിക്കൂറിൽ കൂടുതൽ അല്ലെ 2 മണിക്കൂറോളം അടുത്തോളമുള്ള ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സുകളും എല്ലാം 1 മണിക്കൂറിൽ കൂടുതലുള്ളതാണ്. അപ്പൊ അത്രയും ഭാഗങ്ങൾ നമുക്ക് മെയിലിലൂടെ ഓരോരുത്തർക്ക് മെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടതെങ്കിൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങൾ SGV സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ സെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ SGVയുടെ റേഡിയോ ശ്രോതാക്കൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ SGVയുടെ IT ടീം അംഗങ്ങളായിട്ടുള്ള പലരും നമ്മുടെ യൂട്യൂബിനകത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂറഫ അല്ലെങ്കിൽ നവാസ് ഫോർ യു തുടങ്ങിയിട്ടുള്ള പ്രവർത്തകരാരെങ്കിലും അതിന്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും എന്ന് അറിയിക്കുന്നു. അത് SGVയുമായി ബന്ധപ്പെട്ട ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. SGV ഗ്രൂപ്പ് മെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്താലും മതി, അതല്ലെങ്കിൽ SGVയുടെ റേഡിയോ ശ്രോതാക്കൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് SGVയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിൽ റെക്കോർഡിലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന സുഹൃത്തിനെ അറിയിക്കുകയാണ്. മറ്റൊരു സുഹൃത്ത് മെയിൽ ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന് ഐ ആം സാദിഖ് ഫ്രം റിയാദ്, me using my iPhone mobile, I just need a Bilex messenger on my phone, I don't have a laptop, can you help me? Please give me answer and email because your time I will go to duty, thank you. അപ്പോൾ സുഹൃത്തിന് പറയാനുള്ളത്, ഐഫോണിനകത്ത്
ഐഫോണിനകത്ത് ബൈലക്സ് മെസ്സഞ്ചർ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് മെയിലിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം റേഡിയോക്കകത്ത് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് അറിയിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതിലൂടെ മറുപടി പറയുന്നത്. റേഡിയോ ശ്രോതാവാണെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കുക. സാദിഖ് എന്ന് പറയുന്ന സുഹൃത്ത് ശ്രദ്ധിക്കുക. ഐഫോണിനകത്ത് എന്നല്ല മാത്രമല്ല ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒന്നിലും ബൈലക്സ് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ബൈലക്സ് ഒരു വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് വിൻഡോസിനകത്ത് മാത്രമേ ബൈലക്സ് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഐഫോണിനകത്ത് ബൈലക്സ് സപ്പോർട്ട് ചെയ്യില്ല എന്ന സുഹൃത്തിനെ അറിയിക്കുന്നു. അതേസമയത്ത് ഐഫോണിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഇന്റർനെറ്റ് റേഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇന്റർനെറ്റ് TV ലൈവ് വീഡിയോ സംവിധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് വീഡിയോ ലഭിക്കുന്നത് നാട്ടിൽ നിന്നുള്ള പ്രധാന ലൈവുകൾ നടക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ വീഡിയോ സ്ട്രീമിംഗ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ സുഹൃത്തുക്കളും അറിയിക്കുന്നു. വീഡിയോ എല്ലാ സമയത്തും ലഭിക്കുന്നതല്ല. പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നോ നടക്കുന്ന ലൈവുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ സംവിധാനത്തിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന സുഹൃത്തിനെ അറിയിക്കുകയാണ്. അടുത്ത സുഹൃത്തായി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സാബിർ അലി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മൊബൈൽ റെക്കോർഡറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് നമുക്കൊരു മെയിലും അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മൊബൈൽ റെക്കോർഡർ ചോദിച്ച സമയത്ത് തമാശ രീതിയിൽ പലരും അടിച്ചു എന്താ ക്ലിപ്പ് ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചിട്ട്, പക്ഷെ അദ്ദേഹത്തിന് ചോദ്യം നമ്മൾ തെറ്റിദ്ധരിച്ചോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഈ സുഹൃത്തുള്ളത്. സാബിർ അലി എന്ന് പറയുന്ന UAE വിസിറ്റിങ്ങിന് വന്നിട്ട് അദ്ദേഹം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലും ദുബായ് അബുദാബി ഭാഗങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈ കമ്പനികളിൽ നിന്ന് റൂട്ട് പറഞ്ഞെടുക്കുന്ന സമയത്ത് അത് നോട്ട് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം മൊബൈൽ റെക്കോർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അന്ന് തന്നെ ആ സുഹൃത്തിനോട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച് എനിക്കറിയില്ല, നിങ്ങൾ ജസ്റ്റ് അതാത് ഫോണുകളുടെ സ്റ്റോറുകളിൽ സെർച്ച് ചെയ്യുക, അതിൻ്റെ ഓൺലൈൻ സ്റ്റോറുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആ സുഹൃത്തിനെ ആരും ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നും കൂടി അറിയിക്കുന്നു. അന്ന് ജസ്റ്റ് നിങ്ങളുടെ ചോദ്യത്തിന് നമ്മുടെ ക്ലാസ് റൂമിലെ പ്രവർത്തകരെല്ലാവരും ഒരു തമാശ രീതിയിലായിരുന്നു അന്ന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്ത് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ ചോദ്യങ്ങളും നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസ് സ്വീകരിക്കുന്നതായിരിക്കും. ഒരു ചോദ്യകർത്താവിനെയും ഇല്ലെങ്കിൽ STV വരുന്ന പ്രവർത്തകരെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും STVയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സുഹൃത്തിനെ അറിയിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ STVക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു എന്നും കൂടി ആ സുഹൃത്തിനെ അറിയിക്കുന്നു. അതുപോലെ മറ്റൊരു സുഹൃത്ത് അറിയിച്ചിട്ടുള്ളത് കന്മനം ഷിഹാബ്, മൈ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ 7 days കഴിഞ്ഞാൽ കട്ടാവും, ശരി സഹായിക്കുമോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ആ സുഹൃത്തിനോട് ഇപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ പൂർണ്ണമായിട്ടും ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾ റിമൂവ് ചെയ്യുക. പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൽ പല ആൾക്കാരും അല്ലെങ്കിൽ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഈ ഡൗൺലോഡ് മാനേജറുടെ രജിസ്ട്രേഷൻ കീ ഒരുപാട് കിട്ടുന്നതാണ്. പക്ഷെ അത് ആരും യൂസ് ചെയ്യരുത്, അതൊന്നും വർക്ക് ചെയ്യുന്നതല്ല. അഥവാ നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ എന്താവും അത് പറയും. പിന്നെ ഇപ്പൊ നമ്മുടെ ചെറുപ്പ് ഉസ്താദിനെ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിനകത്ത് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്താദിന് വന്ന പോലത്തെ ഒരു പ്രശ്നം. കാരണം അത് പിന്നീട് നമുക്കൊരു ശല്യമായിട്ട് മാറും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നും കറക്റ്റ് അല്ലാത്ത ഒറിജിനൽ അല്ലാത്ത ക്യൂ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാനും ആരും ശ്രമിക്കരുത് എന്നറിയിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം. അസ്സലാമു അലൈക്കും, എന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ആവാൻ സമയം എടുക്കുന്നു, അതിന് എന്താണ് വേണ്ടത്? മാത്രമല്ല ഫോർമാറ്റ് ചെയ്യാൻ അറിയണമായിരുന്നു. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, ആമീൻ. അപ്പൊ ആ സുഹൃത്തിനോട് ദാറുസലാം ഓക്കെ, എന്തായാലും ആ സുഹൃത്തിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ലാപ്ടോപ്പ് ഓപ്പൺ ആവാൻ സമയം എടുക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് IT ക്ലാസ്സിലും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ കോർഡിനേറ്റർ കൂടിയായ ജാറങ്കണ്ടിയും STVയുടെ ITയുടെ മെയിൻ ഉസ്താദ് കൂടിയായിട്ടുള്ള MP അലി അരീകോട് തുടങ്ങിയവരൊക്കെ കൂടി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഏതാണ്ട് ഒരു ദിവസത്തിന്റെ 3/4 ഭാഗത്തോളം ഇവിടെ IT ക്ലാസ് ആയിട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട്.
ആ ക്ലാസ്സുകളുടെ റെക്കോർഡുകൾ അബൂറഫയെ സമീപിച്ചാൽ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനകത്ത് നിങ്ങളുടെ സിസ്റ്റം സ്റ്റാർട്ടപ്പിൽ വരുന്ന ഈ ടൈമിങ്ങിന്റെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകത്ത് എല്ലാ ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പരിഹാരം അതിനകത്തുനിന്ന് ലഭിക്കും. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ ക്ലാസ് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കുന്നതുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അതുപോലെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഒരു ദിവസം ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് തന്നെ ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അറിയിക്കുന്നുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് ആ സുഹൃത്തിനെ അറിയിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാനുള്ള ബേസിക് നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും. മറ്റൊന്ന് പറഞ്ഞാൽ SGയിൽ വരുന്ന മലയാളം വേർഡ്സ് വായിക്കുവാനോ മലയാളം ടൈപ്പ് ചെയ്യുവാനോ കഴിയുന്നില്ല. എന്നാൽ മലയാളത്തിൽ വരുന്ന മെയിലുകൾ വായിക്കാൻ പറ്റുന്നുണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ബഷി മോളിയോ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മെയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള നിങ്ങൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റ് ആയ www.sunniGlobalVoice.com ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഡൗൺലോഡിൽ ജസ്റ്റ് മൗസ് കൊണ്ടുകഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു മെനു കിട്ടുന്നതാണ്. ആ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിന്റെ ലോഗോയോട് കൂടിയിട്ടൊരു സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അത് അതിനകത്തൊന്നും ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളം വായിക്കാനും ടൈപ്പ് ചെയ്യാനും സാധിക്കുമെന്ന സുഹൃത്തിനോട് അറിയിക്കുന്നു. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഗൂഗിൾ ഇൻപുട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് മെയിലും കൂടി വായിച്ചിട്ട് ഇൻഷാല്ലാ മൈക്കൂടാം. അസ്സലാമു അലൈക്കും. SGV ഗ്രൂപ്പ് മെയിലിൽ നിന്നും മെയിലുകൾ വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൽ ID പിന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അഷ്റഫ് അമ്പല എന്ന് പറഞ്ഞിട്ടുള്ള ID. എന്തായാലും നമ്മുടെ ഇല്ലാസ് തൃശ്ശൂർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ID ഒന്ന് നമ്മുടെ ഗ്രൂപ്പ് മെയിലിനകത്ത് പിന്നെ ആഡ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇൻഷാല്ലാ അഷ്റഫ് എന്ന് പറയുന്ന സുഹൃത്തിനോട് ഇൻഷാല്ലാ ഇന്ന് മുതൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മെയിൽ ID ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മെയിലിലൂടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ് റൂമിലുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയമുള്ളൂ. അതിനിടയിൽ അത്യാവശ്യം നമ്മൾ ചെറുപുസ്തകം റീസൺ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ പറഞ്ഞല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിന്റെ അതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഹൈ സ്പീഡിലൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കണ്ടായിരുന്നു. ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഫയലിനെ കുറിച്ച് പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് ഫയലിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജനറൽ ടൂൾസ്, ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6-8 ഓപ്ഷൻസുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഫയൽ ആൻഡ് രജിസ്ട്രി ടൂൾസ് ഓപ്പൺ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും. അതിനകത്ത് താഴെ റൈറ്റ് ഭാഗത്ത് താഴെയായിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. ആ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഡ്രൈവറുകൾ ഏതൊക്കെയാണോ CDEF എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഡ്രൈവ് നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് സിസ്റ്റവുമായി കണക്റ്റഡ് ആണെങ്കിൽ ആ ഹാർഡ് ഡിസ്കും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഡിസ്കിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് ആദ്യം കണക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്താൽ ആ ഡിസ്ക് അവിടെ കിട്ടും. അതിനകത്ത് ഏത് ഡ്രൈവിനകത്തുള്ള ഫയലാണോ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കാൻ വരും. അത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ, അതായത് ഒരേ പേരിൽ ഒന്നിലധികം ഫയലുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്കവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. അതിനകത്ത് അതിന്റെ റൂട്ടും കാണിച്ചു തരും. ആ ഫയൽ എവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കിടക്കുന്നതെങ്കിൽ ആ ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് പോകുന്നതായിരിക്കും എന്നറിയിക്കുന്നു. എന്തായാലും നാസർ സാഹിബ് അത്
ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇൻഷാല്ല അതിന്റെ ഒരു സ്ക്രീൻ വീഡിയോ ആയിട്ട് തന്നെ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇൻഷാല്ല പിന്നെ താമസിയാതെ തന്നെ നമ്മുടെ സൈറ്റിലോ ഇല്ലെങ്കിൽ അബുറഫയുടെ നവാസ് ഫോറുവിന്റെ യൂട്യൂബിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ മെയിലിലൂടെ എല്ലാ പ്രവർത്തകരും അറിയിക്കുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ സുഹൃത്തിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.sunniGlobalVoice.com. അതിനകത്ത് മേലെ ബാനറിനകത്ത് ഡൗൺലോഡ് എന്ന് കാണാം. ആ ഡൗൺലോഡ് എന്ന മെനുവിൽ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ താഴോട്ട് 2 മെനുകൾ ഓപ്പൺ ആയി വരും. സബ് മെനു, അതിനകത്ത് സോഫ്റ്റ്വെയർ എന്ന് കാണാം. ആ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ ഗൂഗിളിന്റെ ലോഗോയോട് കൂടിയിട്ട് തന്നെ ഒരു പിന്നെ മലയാളം അല്ല ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ എന്നതിൽ ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരമായ ആ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോട്ടോ കാണാം. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഇൻപുട്ട് ടൈപ്പിംഗിന്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാനും പിന്നെ വായിക്കാനും പറ്റും. ഇത് വിൻഡോസ് 7-ലുള്ളവർക്ക് ആണ് ഞാൻ ഇത്ര ഈസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. വിൻഡോസ് XP-യിലുള്ളവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ വിൻഡോസ് CD ഫോർമാറ്റ് CD ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തേക്ക് ആ ലാംഗ്വേജ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ട് അറിയാൻ സാധിക്കും. മൈക്കൂട്ട് സ്നാല വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ വന്നതേ കേൾക്കണ്ടാവുമല്ലോ പറയുന്നല്ലേ. ഞാൻ വന്നത് ഇപ്പം നമ്മൾക്ക് ഇപ്പം ഉള്ള ഐഡിയ അല്ലാതെ വേറൊരു ഐഡിയ ഉണ്ടാക്കാൻ ബൈലക്സിൽ കഴിയണില്ല. എല്ലാം ശരിയാക്കി എല്ലാം റെഡിയായി ഒക്കെ കറക്റ്റായി റെഡിയാണെന്ന് പറഞ്ഞ് അവസാനം ഒരു ലിങ്ക് വരും എന്ന് പറയും. നിങ്ങളെ ഇൻബോക്സിൽ നോക്കണം എന്നറിയും. അവിടെ പോയി നോക്കുമ്പോണ്ടോ ആ സംഗതിയാണെന്ന് ഒരു രക്ഷയില്ല. വെറുതെ 2-3 ഐഡിയ ഒക്കെ ഉണ്ടാക്കി നോക്കി, ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്താ അതിൻ്റെ ആ കുട്ടൻസ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു മാഷ്. അതേമാതിരി ഇപ്പം ഞാൻ നമ്മളെ ഈ ഗൂഗിൾ ക്രോം എടുക്കുമ്പോൾ അതിൽ ഗൂഗിൾ ക്രോം എന്നല്ല വരുന്നത്. അതിൻ്റെ മുകളിൽ എന്താ വരുന്നത് അറിയോ? DO സെർച്ചസ് എന്നിട്ടൊരു ഇത് വരുന്നുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരു അലാമത്ത് തന്നെയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചുക്കുന്നില്ല. തെന്നുകൊണ്ടൊക്കെ നമ്മൾ കൊടുങ്ങുന്നല്ലാതെ യാതൊരു നിവൃത്തിയില്ല. പുറത്തൊരു ദിവസം ശരിക്കൊന്നും വേണ്ട. ഇൻഷാല്ലാ മൈക്ക് വിട്ടു അസ്കർ മാഷ് എന്ന് പറഞ്ഞേരി. ഈ ഐഡിയ ഉണ്ടാക്കാൻ എന്താ ഒരു ഐഡിയമേ തന്നെ കാലാകാലം കഴിഞ്ഞു കൂടേണ്ടി വരുമോ? നമുക്ക് മറ്റേ നമ്മളെ പിന്നെ ഇയാളെ പാട്ടുകാരൻ്റെ റൂമിലൊക്കെ ഒന്ന് പോകണ്ടേ? അപ്പോൾ അതിന് നമ്മൾ ഈ ഒറിജിനൽ ഐഡിയയിലൊന്നും പോയാൽ ശരിയാവില്ല. അവിടെ പോയാൽ അതിന് വേണ്ടിയിട്ടാണ്. ഇൻഷാല്ലാ മൈക്ക് വിട്ടു. എന്തായാലും മാഷാഅല്ലാ പിന്നെ ഞാൻ മൈക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ തൊട്ടും സംസാരിച്ച ആളെ വോയിസ് ഒരല്പം കേൾക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും സഹകരിക്കുക. എനിക്ക് ചോദ്യം വന്നപ്പോൾ ചോദ്യത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനിവിടെ ഇരുന്ന് ചിരിക്കായിരുന്നു. ഈ ചോദ്യം വന്നപ്പോഴേ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യം പബ്ലിക്കിൽ വന്നു. എന്തിനാ ഈ 3 ഐഡിയ ഒക്കെ ഒന്ന് പോരേന്ന് ചോദിച്ച ആൾ ആരായാലും നമ്മൾ പുറത്തൊരു ഉസ്താദാണ്. അപ്പൊ അതിന് ചെറുപ്പ് ഉസ്താദിന്റെ ഒരു കമന്റും വന്നു. ചെറുപ്പ് ഉസ്താദ് അടിച്ചു പുറത്തൊരു ഉസ്താദിനെ പോലെ ഒരു ഐഡിയ പോരേന്ന്. SGBയിൽ ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ള 2 ഉസ്താദന്മാരെ എനിക്കറിയുള്ളൂ. അതിൽ ഒരാളിപ്പോ ഞാൻ പറയുന്നില്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. പിന്നൊന്നുള്ളത് ഞാൻ ഇപ്പൊ എന്തായാലും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഐഡിയ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള 2 ഉസ്താദന്മാർ തന്നെ. അപ്പൊ എന്തായാലും പിന്നെ കീശ്ശേരി ഉസ്താദെ 2 കാരണങ്ങൾ. ഒന്ന് ബൈലക്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജിമെയിലാണോ യാഹു മെയിലാണോ ഏത് മെയിൽ ഐഡിയ ആണ് നിങ്ങൾ അതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞുതരുമോ? ഗൂഗിളിൻ്റെതാണോ യാഹുവിൻ്റെ ആണോ ഏതാ കൊടുത്തത്? ഇല്ലെ വിൻഡോസ് അല്ല മൈക്രോസോഫ്റ്റ് ഏതാ നിങ്ങൾ കൊടുത്തത്? കീശ്ശേരി ഉസ്താദെ ജിമെയിൽ. ഓക്കെ, നിങ്ങൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററിലാണോ ഓപ്പൺ ചെയ്തത്? എന്തായാലും അതൊന്ന് ഗൂഗിൾ ക്രോമിനകത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ അതിനകത്ത് നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ചെറുപുസ്താദ് അതിനുള്ള ആൻസർ അടിച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക്കിൽ. നിങ്ങൾ സ്പാം ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കാളും നല്ലത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ സിസ്റ്റത്തിനകത്ത് ഓപ്പൺ ചെയ്ത് തരാം. അതാവുമ്പോൾ ഏറ്റവും ബെറ്റർ. ഓക്കെ, ക്രോമിലാണ് ഓപ്പൺ ചെയ്തത്. ഇൻഷാല്ലാ അത് അതിനകത്ത് നിങ്ങളെ മെയിലിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. അത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഒരേ ഐഡിയ തന്നെ
2-3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാൻ നോക്കരുത്. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ബൈലക്സ് മൊത്തം ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ. ഇനിയിപ്പോൾ ആര് ചെയ്യുകയാണെങ്കിലും പുതിയ ഐ ഡി ഉണ്ടാക്കുമ്പോൾ ഒരേ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ഒരുപാടെണ്ണം ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ഓക്കെ സുഹൃത്ത്, പി എം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. ജസ്റ്റ് പി എമ്മുകൾ നിങ്ങൾ ഒരുപാടെണ്ണം വന്നെടുക്കുന്നുണ്ട്. ഒരു പി എം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. പി എം ലാസ്റ്റ് നമുക്ക് വായിക്കാൻ റിസൈൻ ചെയ്ത് ഉസ്താദൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്നുണ്ട് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല പിന്നെ ബൈലക്സിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഐ ഡി കളർ ചെയ്യുന്നവർ ചിലപ്പോൾ പ്രൊഫൈൽ ആക്റ്റീവ് ചെയ്യുന്ന സമയത്തും പിന്നെ 3 പ്രാവശ്യം പ്രൊഫൈൽ ആക്റ്റീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡി ബ്ലോക്കായി പോകും. അതായത് പിന്നെ ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്ത് ആഡ് ചെയ്യണം. നിങ്ങൾ മെയിൽ ഐ ഡി ആയാലും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നമ്മൾ ഉദ്ദേശിച്ച ഐ ഡി ചിലപ്പോൾ പോയി പോകും. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ബൈലക്സിനകത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കിഷോർ ഇൻബോക്സിനകത്ത് തന്നെ അത് കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ചെറുപ്പുസ്ഥാനം വേണ്ടിയിട്ട് മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. വളരെ നല്ല ഉപകാരപ്രദമായ ഒരു ക്ലാസ്. അല്ലാഹു തആല കൂടുതൽ കാലം നമ്മുടെ ക്ലാസ്സിനും സുന്നത്തമാത്തിനൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല നമ്മുടെ ബഹുമാന്യനായ സുഹൃത്ത് അസ്കർ കാരാത്തോടിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തതോടുകൂടെ, പിന്നെ ഞാനിപ്പോൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലിപ്പോൾ അഡോബ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒരു 3-4 സൈസിലുണ്ട്. അഡോബ് AR ഉണ്ട്, അതുപോലെ തന്നെ അഡോബ് ഫ്ലാഷ് പ്ലെയർ ഉണ്ട്, അഡോബ് ഫ്ലാഷ് പ്ലെയർ 11 പ്ലഗിൻ ഉണ്ട്, അഡോബ് റീഡർ ഉണ്ട്. ഇങ്ങനെ 4 വേണോ? ഇങ്ങനെ 4 ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ കാരണം ഈ പിന്നെ അഡോബ് വരുമ്പോ ഒക്കെ ഇൻസ്റ്റാളിങ് വരുമ്പോ ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും അതൊക്കെ ആവശ്യമുള്ളതിനിടെ ഏതെങ്കിലും ഒന്ന് മതിയോ എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഗൂഗിൾ ഇൻപുട്ട് മലയാളം ഉണ്ടെന്ന്, ഗൂഗിൾ ഇൻപുട്ട് ടൂൾസും ഉണ്ടെന്ന്. ഇത് രണ്ടും ആവശ്യമുണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ ഇതിൽ ജാവ 7 അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണുന്നുണ്ട്. ഈ സാധനം ഇതിൽ അത്യാവശ്യപ്പെട്ടത് തന്നെയാണോ? അല്ലെങ്കിൽ കാരണം എന്താ പ്രത്യേകം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ നേരത്തെ അസ്കർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഡൗൺലോഡ് 25 ഡൗൺലോഡ് അവിടെ ഇങ്ങനെ വന്ന് കിടക്കും. എന്നിട്ട് അതിൽ ഞാൻ വേറൊരു പിന്നെ സാധനം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് പിന്നെ പാൾട്ടാക്കിന്റെ ID ഓപ്പൺ ആയി വരിക ചെയ്ത്, പാൾട്ടാക്ക് ഇൻസ്റ്റാൾ ആയി വന്ന്. ഞാൻ പാൾട്ടാക്ക് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ വന്ന് നോക്കുമ്പോൾ പാൾട്ടാക്കാണ് വന്നത്. ഇങ്ങനെ അനവധി പിന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ കരുതിക്കൂട്ടി എന്തെങ്കിലും ഒരു ഉദ്ദേശ സാധനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പിന്നെ ചുരുങ്ങിയത് ഒരു 5-6 അങ്ങനെയൊക്കെ ഡൗൺലോഡ് എന്ന് വേണം. അപ്പോൾ ശരിക്ക് പിന്നെ എന്നെ പോലെ ഫുള്ളായിട്ട് ഒന്നും വായിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത വരുന്ന അവസ്ഥയുണ്ടാവാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ പിശകി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ അതിനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഇത് ഞാൻ നേരത്തെ ചോദിച്ച ഇതൊക്കെ തന്നെ ആവശ്യമുള്ളതാണോ അല്ല എന്നുള്ളതും കൂടിയാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്. പിന്നെ ഫ്രീ ഹൈക്യൂ എന്ന റെക്കോർഡർ ഉണ്ടല്ലോ, സൗണ്ട് റെക്കോർഡർ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ശരിയായി. ആദ്യമൊക്കെ എനിക്ക് പിന്നെ മൈക്ക് ഞാൻ എന്റെ ക്ലാസ്സൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് എടുത്ത് സംസാരിക്കുമ്പോഴും കൂടി അതിൽ ശരിക്കും റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൈക്ക് എടുക്കുമ്പോൾ റെക്കോർഡ് ആകുന്നില്ല. അതിൽ നമ്മളെ ബൈലക്സിൽ വരുന്ന പരിപാടികളൊക്കെ പിന്നെ മിക്സറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ആകുന്നുണ്ട്. മൈക്ക് എടുക്കുമ്പോൾ മാത്രം അതിന് എന്ത് ചെയ്യില്ല, അത് കൊണ്ട് ആരോ നീങ്ങുന്നത് കാണുന്നില്ല, റെക്കോർഡായി കാണുന്നില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് കൂടി ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇപ്പൊ അവസാനം പറഞ്ഞത് ഞാൻ ആദ്യം പറയാം. സാർ ചോദിച്ചത് ഉസ്താദ് എന്തായാലും ഫ്രീ ഹൈക്കു റെക്കോർഡർ ഒന്ന് ഓപ്പൺ ചെയ്യോ? ആ റെക്കോർഡർ ഒന്ന് ഓപ്പൺ ചെയ്യോ? ഓക്കെ, ആ റെക്കോർഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബട്ടൺ കാണാൻ പറ്റും. ആ ഓപ്ഷൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് 3 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്, പക്ഷെ 3 സെക്ഷനായി. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ, സെന്ററിൽ, റൈറ്റ് സൈഡിലായിട്ട്. അല്ല സെന്റർ ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും
സെലക്ട് ഇൻപുട്ട് സോഴ്സ് സെറ്റ് റെക്കോർഡ് വോളിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് അതിനകത്ത് രണ്ടാമത്തെ ഒരു വൈറ്റ് കോളത്തിനകത്ത് കാണാൻ പറ്റും പിന്നെ ഇൻപുട്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലക്ട് ചെയ്യാനുള്ളത്. അതിനകത്ത് ഉസ്താദ് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ അതിനകത്ത് സെലക്ടഡ് ആയി കിടക്കുന്ന സ്റ്റീരിയോ മിക്സ് ആയിരിക്കും. ഇൻപുട്ട് സോഴ്സ് സ്റ്റീരിയോ മിക്സ് ആയിരിക്കും ഇപ്പൊ സെലക്ടഡ് ആയി കിടക്കുന്നത്. അത് ഉസ്താദ് അതിനകത്ത് ആ ചെറിയ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൈക്രോഫോൺ കാണാൻ പറ്റും. ആ മൈക്രോഫോൺ സെലക്ട് ചെയ്തിട്ട് താഴെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് മൈക്കിലൂടെ സംസാരിക്കുന്നത് അതിനകത്ത് റെക്കോർഡാവും. അത് ഉസ്താദ് അവിടെ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ഇപ്പൊ ഉസ്താദ് എന്ത് ചെയ്യുക, അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഉസ്താദ് മൈക്കിലൂടെ സംസാരിക്കാൻ അതിനകത്ത് കിട്ടാത്തത്. അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി ബൈലക്സിനകത്ത് വരുന്ന വോയിസുകൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ സിസ്റ്റത്തിന്റെ സ്റ്റീരിയോ മിക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പിന്നെ മാറ്റി കൊടുത്താൽ മാത്രം മതി. മൈക്കും ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റെക്കോർഡ് ആകുന്നതാണ്. പക്ഷെ അത് ഡിഫോൾട്ട് ആയിട്ട് അത് സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. ചേഞ്ച് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉസ്താദിന് സോൾവ് ആകുന്നതാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞ അഡോബ് എയറും അഡോബ് ഫ്ലാഷ് പ്ലെയർ അഡോബ് റീഡർ, അതിൽ ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്ന് അഡോബ് റീഡർ. ഉസ്താദിന് PDF ഫയലുകളും കാര്യങ്ങളൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ അഡോബ് റീഡർ നിർബന്ധമായിട്ട് അതിനകത്ത് ഉണ്ടായിക്കോട്ടെ, അത് പ്രശ്നമില്ല. യൂട്യൂബ് വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഫേസ്ബുക്കിനകത്ത് വരുന്നത് നമ്മളെ ഓൺലൈനകത്ത് വരുന്ന ഒട്ടുമിക്ക വീഡിയോകളും ഫ്ലാഷ് പ്ലെയറിലാണ് വരുന്നത്. അപ്പൊ അഡോബ് ഫ്ലാഷ് പ്ലെയറും അതിനകത്ത് നിന്നോട്ടെ. അതിന്റെ രണ്ടിന്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡോബ് എയർ റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉസ്താദിന് അത് പല ഘട്ടങ്ങളും ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഈ അഡോബിന്റെ സോഫ്റ്റ്വെയറുകളൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ ഉപകാരത്തിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ് അഡോബിന്റെ ഉള്ളത്. അപ്പൊ തൽക്കാലത്തേക്ക് അത് റിമൂവ് ചെയ്യേണ്ട. പക്ഷെ അഡോബ് എയറിനെ കൊണ്ട് ഉസ്താദിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊന്ന് ഗൂഗിൾ ഇൻപുട്ടും ഗൂഗിള് ടൈപ്പിംഗും രണ്ടും അത് അതിനകത്ത് നിന്നോട്ടെ, അതും റിമൂവ് ചെയ്യേണ്ട. ഉസ്താദ് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 2 ടൂൾസുകളാണ് അത് അതിനകത്ത് ഇൻസ്റ്റാൾ ആയതാണ്, ഗൂഗിൾ മലയാളം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട്. പിന്നെ ഒന്ന് ഉസ്താദ് ചോദിച്ചത് ജാവയാണ്. ഈ ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ ഒന്നും അറിയാത്ത മനുഷ്യനാണ് ഞാൻ. കാരണം ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ ഉസ്താദിന്റെ അതിനകത്തുള്ള ഫയല് എന്തായാലും ഉസ്താദ് ഒരു പ്രോഗ്രാമിങ് ഒന്നും ചെയ്യാത്ത ആളായതുകൊണ്ട്, അതായത് ഉദ്ദേശിച്ചത് ഉസ്താദ് എന്തായാലും സോഫ്റ്റ്വെയറുകളൊന്നും ഉണ്ടാക്കാത്ത ആളായതുകൊണ്ട് അത്തരം ജാവ ആപ്ലിക്കേഷനുകളൊന്നും ഉസ്താദ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. ആ സിസ്റ്റത്തിന്റെ ജാവ ആപ്ലിക്കേഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യൂല. അപ്പൊ ജാവക്കകത്ത് നമ്മൾ ജാവ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ജാവയിലാണ് നമ്മുടെ ഈ സിസ്റ്റം തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാവ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്കറിയില്ല. അതിന്റെ ഏതോനും ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഒരു എന്താണ് ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കോഡ് ഉപയോഗിച്ചാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ജാവയുടെ മറ്റൊരു ഭാഗം, ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്, ഓക്കെ. അതായത് ജാവ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് ഇതിലിപ്പോ ഞാൻ ഇവിടെ ഒരു പബ്ലിക്കിൽ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കും എന്തെങ്കിലും മനസ്സിലായോ? ഇതെന്തേ മനസ്സിലായോ? ഇല്ല, ആർക്കും ഒന്നും മനസ്സിലായില്ല. പടച്ചോനെന്നൊക്കെ ഓരോരുത്തർ അടിക്കുന്നുണ്ട്. ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ഇപ്പൊ പല ആൾക്കാരോടും പറഞ്ഞു, അതിനകത്ത് ഡൗൺലോഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. നമ്മൾ ആ ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തുള്ള ഏറ്റവും ഏതാനും ചില ജാവ വേർഡ്സുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് തന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു അക്ഷരം ഇല്ലെങ്കിൽ ഒരു കോമ അല്ലെങ്കിൽ ഒരു ഡോട്ടോ എന്തെങ്കിലും ഒരു ബ്രാക്കറ്റോ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്തുനിന്ന് ഒരു ഭാഗം, ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് ഇതുപോലത്തെ ഒരു പിന്നെ കോളം മാത്രം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് അതുപോലെ കാണാൻ പറ്റൂല നമുക്ക്. എന്നപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ സിസ്റ്റത്തെ ഇതുപോലെ വർക്ക് ചെയ്യിക്കുന്ന ജാവ പ്രോഗ്രാം ഒരുപാട് എണ്ണം കൂടിയതാണ്. അതിന്റെ ബാക്ക് നമുക്ക് പോകാൻ കഴിയൂല. അപ്പോൾ അതിൽപ്പെട്ട ഏതെങ്കിലും സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാവ ഫയലുകൾ ആയിരിക്കും ഉസ്താദിന്റെ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുക, മറ്റൊന്നും വരാൻ സാധ്യതയില്ല.
അപ്പൊ അത്തരം ജാവയുടെ പിന്നെ ഫയലുകളൊന്നും ആരും എന്ത് ചെയ്യരുത്, റിമൂവ് ചെയ്യരുത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിസ്റ്റം തന്നെ മൊത്തത്തിൽ സ്റ്റോപ്പായി പോകുമെന്ന് അറിയിക്കുന്നുണ്ട്. ജാവ ഒന്നും ചെയ്യേണ്ട. ജാവ അപ്ഡേഷൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്. അതൊക്കെ അപ്ഡേഷൻ വരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. അപ്പൊ ഇൻഷാല്ലാ പിന്നെ ഉസ്താദിന്റെ ചോദിച്ചതിനെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഇനി അതേ ബാക്കിയുണ്ടോ? ഓക്കെ, ഇൻഷാല്ലാ ഒന്നും കൂടി ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉസ്താദിനെ ഒന്ന് മൈക്ക് എടുക്കട്ടെ. കഴിഞ്ഞ ദിവസം അബൂ ഷാഹിദൊക്കെ മൈക്ക് എടുക്കാവുന്നതാണ്. മൈക്ക്. ഓക്കെ, അത് മനസ്സിലായി. ജസാക്കല്ലാഹു ഖൈർ. പിന്നെ വേറൊരു സംശയമാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ചുള്ളതൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ആന്റിവൈറസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അപ്പൊ ചെയ്തു കൊടുക്കേണ്ടേ? ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊന്ന് ചെയ്തു നോക്കുമ്പോൾ അതിൽ വേറെ പലതൊക്കെ വന്നത് ഇതിന്റെ തന്നെയാണ്. ഒന്ന് വന്നത് പിന്നെ അതിന്റെ സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പിന്നെ സോഫ്റ്റ്വെയറാണ് വന്നത്. അങ്ങനെ വേറെയും പല സോഫ്റ്റ്വെയറൊക്കെ അതുമായിട്ട് അനുബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ അപ്ഡേറ്റ് എന്ന് കാണിക്കുമ്പോൾ അപ്ഡേറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്താൽ മതി? അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെ നമ്മളവിടെ അവോയ്ഡ് ചെയ്യാണോ വേണ്ടതെന്നും കൂടി പറയണം. ഓക്കെ, ഉസ്താദ് ഉപയോഗിക്കുന്ന ആന്റിവൈറസ് രജിസ്റ്റേർഡ് വേർഷൻ തന്നെയാണോ അതോ ഫ്രീ ആണോ? ഫ്രീ വേർഷനെ രജിസ്റ്റർ ചെയ്തതാ. അവാസ്റ്റിന്റെ ആണ് ഫ്രീ വേർഷൻ. ഈ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. കഴിയുന്നതും ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പിന്നെ ഉപകാരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫ്രീ ആന്റിവൈറസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സോഫ്റ്റ്വെയർ ആണ് നോഡ് 32 പറഞ്ഞ ഇസെറ്റിന്റെ നോഡ് 32 എന്ന് പറഞ്ഞ ആന്റിവൈറസ്. അത് നമ്മുടെ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിനകത്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡിൽ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ അവസ്ഥ അതുപോലെ AVG ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇതുപോലത്തെ ഒരുപാട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ അതിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഈ സിസ്റ്റം ചെക്കപ്പ്, അതുപോലെ സിസ്റ്റം ഡോക്ടർ, പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിസ്റ്റം ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എണ്ണം അതിന്റെ ബാക്കിലൂടെ വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഫ്രീ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഈ നോഡ് 32 യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അതൊരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ സീരിയൽ കീ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 35 UAE ദിറംസിന് എന്ത് ചെയ്യും, MPL അരീകോഡുമായിട്ട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ വേർഷൻ തന്നെ അതിന്റെ കീ കിട്ടും. കഴിയുന്നത് 35 ദിറംസ് മുടക്കി കഴിഞ്ഞാൽ അതിനുള്ള ഗുണം കാണിക്കുന്ന ഒരു ആന്റിവൈറസ് ആണ് ഈ നോഡ് 32. ഒരുവിധം വൈറസുകളൊക്കെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നവർ കഴിയുന്നതും ഈ നോഡ് 32 ഉപയോഗിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഞാനൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ എല്ലാ ആന്റിവൈറസും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോഡ് 32 ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ IT കാര്യങ്ങളിൽ ഇതിന്റെ മാഷായിട്ടുള്ള MPL അരീകോഡും എന്നെ അറിയിച്ചിട്ടുള്ളത് നോഡ് 32 ആണ് ഒന്ന് ബെറ്റർ എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു വിശ്വാസം ഉണ്ട് നോഡ് 32-ലുള്ളത്. അപ്പോൾ ആ നോഡ് 32 യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരില്ല. ഇനി പിന്നെ അതുപോലെ തന്നെ ഈ ആന്റിവൈറസ് ഒക്കെ അപ്ഡേഷന് വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ ടാസ്ക് ബാറിൽ സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടായിരിക്കും നമുക്ക് അത്തരം മെസ്സേജുകളൊക്കെ കൂടുതലും വരാറുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ അപ്ഡേഷൻ ചോദിക്കുന്നത് ആ സോഫ്റ്റ്വെയർ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആന്റിവൈറസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുണ്ടാവും അപ്ഡേറ്റ് ചെയ്യാനുള്ള ബട്ടണ്. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ സൈറ്റിൽ നിന്ന് തന്നെ അത് അപ്ഡേറ്റ് ആയിരിക്കും. അതിൽ താഴെ വരുന്നതിൽ നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഈ സോഫ്റ്റ്വെയറുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരുപാട് ലിങ്കുകൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഫോർഷെയർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതിനകത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് 1000-10,000 സോഫ്റ്റ്വെയറുകളാണല്ലോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ ബെറ്റർ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിന്റെ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് അതിനകത്ത് അതിന്റെ ട്രയൽ വേർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ട്രയൽ വേർഷൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ട്രയൽ വേർഷൻ നമ്മൾ അതിനകത്ത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതല്ലാതെ നമ്മൾ മറ്റ് ഏതൊരു മേഖലയിലൂടെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസിനകത്ത് ഇത്രയും സോഫ്റ്റ്വെയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ടൂൾ ബാർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ സൈറ്റിനകത്തു നിന്ന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആൾ അറിയാതെ തന്നെ നമ്മുടെ ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്ന സംവിധാനം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന നല്ല വിദേശ വെബ്സൈറ്റുകളായതുകൊണ്ട് അവർക്ക് അവരുടെ ലാഭം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ അറിയാതെ കിടക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പിന്നെ പബ്ലിസിറ്റി കൊടുക്കലാണ്. അത് ഇത്തരം മേഖലയോട് പബ്ലിസിറ്റി കൊടുക്കലാണ് അവരുടെ ഉദ്ദേശം. അതിൽ നിന്നും കിട്ടുന്ന വലിയൊരു സംഖ്യയാണ് അവരുടെയൊക്കെ ലാഭം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രീ ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരുപാട് സൈറ്റുകൾ, ഇപ്പൊ സീനെറ്റ്, നമ്മളെ ചിലനടിച്ച പോലെ സീനെറ്റ്, അതുപോലെ ഫോർഷേഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പിന്നെ അത്തരം കാര്യങ്ങളിലൂടെ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനാണ് ബെറ്റർ. ജസ്റ്റ് സെർച്ച് ചെയ്യാം, അത്തരം സോഫ്റ്റ്വെയർ സൈറ്റുകളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ പേര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിന്റെ ഒറിജിനൽ സൈറ്റിൽ, അതിന്റെ കമ്പനി വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് സോഫ്റ്റ്വെയർ അനാവശ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ആന്റിവൈറസ് ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവർ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ക്ലോസ് ചെയ്യുക. ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതെല്ലാം ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഓപ്ഷനും ക്ലോസ് ചെയ്തതിന് ശേഷം ആന്റിവൈറസ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നോട്ട് 32 ആന്റിവൈറസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫിനിഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കും ട്രയൽ വേർഷൻ എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ നമ്മൾ ഇമെയിൽ ID മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മാസത്തേക്ക് പിന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നോട്ട് 32. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് അറിയിക്കുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. എനിക്ക് ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ സുന്നി ഗ്ലോബൽ വോയിസിലും അതുപോലെ ബൈസിലും മൊത്തം നടക്കുന്ന പരിപാടികൾ റെക്കോർഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കേട്ടിരുന്നില്ല. അതുപോലെ മലയാളം ടൈപ്പ് ചെയ്യാൻ നിങ്ങളൊരു ലിങ്ക് തന്നിരുന്നു മുമ്പ്. അതുപോലെ അറബി ടൈപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ആ സുന്നി ഗ്ലോബൽ വോയിസിൽ പോയാൽ .com പോയാൽ അതിൽ കിട്ടുമോ? ഒന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുന്നി ഗ്ലോബൽ വോയിസ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനുള്ളത് കിട്ടും, പക്ഷെ അറബി ടൈപ്പ് ചെയ്യാനുള്ളത് അതിനകത്തുനിന്ന് കിട്ടില്ല. നിങ്ങൾ വിൻഡോസ് XP ഒക്കെയാണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് വിൻഡോസിന്റെ ഒരു CD, വിൻഡോസ് XPയുടെ ഒരു CD, അതായത് ഫോർമാറ്റ് ഡിസ്ക് കയ്യിൽ വേണം. അതുണ്ടെങ്കിൽ നിങ്ങളുടെ CD ഡ്രൈവിൽ ആ CD ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനലിൽ പോവുക. കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണൽ ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും കൺട്രോൾ പാനലിനകത്ത്. അതിൽ കയറി കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കാണാൻ പറ്റും ഇൻസ്റ്റാൾ ഫയൽ ഫോർ എന്താണ് കോംപ്ലക്സ് സ്ക്രിപ്റ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും, അതുപോലെ ഈസ്റ്റേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷനും. ഇത് രണ്ടും ജസ്റ്റ് സെലക്ട് ചെയ്താൽ തന്നെ അതിനകത്ത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും. ഈ CD ഓൾറെഡി നിങ്ങൾ സിസ്റ്റത്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ആ ഫയലുകൾ, ആ ലാംഗ്വേജുകൾ എന്ത് ചെയ്യും, നിങ്ങൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഗൂഗിൾ ഇൻപുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നെ മലയാളം ടൈപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അറബി ടൈപ്പിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം ഏതാന്നുള്ളത് എനിക്കറിയില്ല. ഉസ്താദ്മാരൊക്കെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ മാർഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കീബോർഡ് അറബിയായിട്ട് മാറ്റാൻ സാധിക്കും. കീബോർഡ് അറബിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങൾ ഇതേ റീജിയണൽ ലാംഗ്വേജ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് സെറ്റിംഗ്സ് അതിനകത്ത് അഡ്വാൻസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് കീബോർഡ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ലാംഗ്വേജിൽ പോയിട്ട് ഡീറ്റെയിൽസ് എന്നൊരു ബട്ടൺ കാണാം. ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സെറ്റിംഗ്സ് ആണ് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. ആ സെറ്റിംഗ്സിനകത്ത് താഴെയായിട്ട് ഒരു ബ്ലാങ്ക് ഏരിയ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളെ കീബോർഡിൽ ഏതൊക്കെ ലാംഗ്വേജാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ലാംഗ്വേജുകൾ അവിടെ കാണാൻ പറ്റും. അതിനകത്ത് ആഡ് എന്നൊരു ബട്ടൺ കാണാം. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജുകൾ വരും. അതിനകത്ത് അറബി എല്ലാം ഉണ്ട്. ആ അറബി സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ കീബോർഡിനകത്തേക്ക് നിങ്ങൾക്ക് കീബോർഡ് എന്ത് ചെയ്യാൻ പറ്റും, അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കീബോർഡിനകത്തേക്ക് ഈ ലാംഗ്വേജ് നിങ്ങൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ അത് മലയാളം അതുപോലെ തന്നെയാണ്. മലയാളത്തിന് നിങ്ങൾക്ക് നേരത്തെ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു സുന്നി ഗ്ലോബൽ വോയിസിന്റെ. അപ്പോൾ ഡയറക്റ്റ് ലിങ്കിനെ തരാം. sunniglobal.voice.com php.map.html എന്ന ലിങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പിന്നെ മലയാളം ടൈപ്പ് ചെയ്യുന്ന അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റിനകത്തുനിന്ന്. പിന്നെ അതുപോലെ റെക്കോർഡിങ്ങിന് നമ്മുടെ ഇതിന്റെ മുന്നേ കഴിഞ്ഞിട്ടുള്ള IT ക്ലാസ്സുകളുടെ റെക്കോർഡുകൾ അബൂറഫ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പബ്ലിക്കിൽ അടിച്ചു തരും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ തന്നെ SGBന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഏതെങ്കിലും ഒരു സുന്നി ഗ്ലോബൽ വോയിസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ, യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വരും. അതിനകത്ത് 2 ചാനലുകളാണ് പ്രധാനമായിട്ട് കാണാൻ, 3 ചാനലുകളെ കാണാൻ പറ്റും. ഒന്ന് അബൂറഫ, മറ്റൊന്ന് നവാസ് ഫോർ യു, പിന്നെ ഒന്ന് ഗ്ലോബൽ വിഷൻ എന്ന് പറഞ്ഞുള്ള 3 ചാനലുകൾ. ആ 3 ചാനലിനകത്ത് അബൂറഫ എന്ന് പറയുന്ന ചാനലിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും IT ക്ലാസ്സുകൾ ഇവിടെ നടന്നിട്ടുള്ളതിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊക്കെ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഭാഗത്തുണ്ട്. റെക്കോർഡിങ് കാര്യങ്ങളും അതുപോലെ ഈ മലയാളം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ഇത്തരം പിന്നെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇല്ല എവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള എല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ലിങ്ക് ആ ക്ലാസ് ഒന്ന് കേൾക്കുക. അത് കിഷോർസ്ഥാന് വേണ്ടി മൈക്കൊടുന്നു. ഞാനേ ഒരാള് അയച്ച PM ആണ്, അത് മൈക്കെടുക്കാൻ പറ്റാത്ത ആൾ ചോദിച്ചാ. അപ്പോൾ അവരെ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ എടുത്ത വീഡിയോയിൽ നിന്നും സംസാരം മാറ്റി പാട്ട് ആക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ ചോദ്യം, FreeHiQ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൈ PC ബാക്കപ്പ് ഫ്രീ ആയി ചെയ്യണമെന്ന് പറഞ്ഞു വിൻഡോ വരുന്നു. ഇത് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ 2 ചോദ്യം ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതിന് പിന്നെ അത് FreeHiQ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഏത് ഡ്രൈവിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും. C ഡ്രൈവ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് 2 രീതിക്കും ഈ ബാക്കപ്പിന്റെ കാര്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾ C ഡ്രൈവിനകത്ത് വേണ്ടത്ര സ്ഥലം ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഫയലുകൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. വിൻഡോസ് സിസ്റ്റം തന്നെ ആവശ്യപ്പെടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ 2 ഡ്രൈവ് സിസ്റ്റത്തിനകത്ത് ഉണ്ടെങ്കിൽ സിയും ഡിയും ഉണ്ടെങ്കിൽ ഡിയിലേക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ചോദിക്കുന്നുണ്ടാവും ഏത് ഡ്രൈവിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ FreeHiQ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ C ഡ്രൈവിനകത്ത് മൈ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്കായിരിക്കും റെക്കോർഡ് ആവുക. അത് നമ്മുടെ C ഡ്രൈവിനകത്തുള്ള സ്പേസ് കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രൈവുകൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ C ഡ്രൈവ് അല്ലാത്ത മറ്റൊരു ഡ്രൈവിലേക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഡിഫോൾട്ട് റെക്കോർഡിംഗ് പിന്നെ മാറ്റി നിങ്ങൾ കൊടുക്കണം. അത് മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് ഈ FreeHiQ റെക്കോർഡറിന്റെ ഓപ്ഷൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും ഔട്ട്പുട്ട് റെക്കോർഡർ ഫയൽ 2 എന്ന് എഴുതിയിട്ട് സെലക്ട് എന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. ആ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സിസ്റ്റത്തിനകത്തുള്ള ഡ്രൈവുകളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് D ഡ്രൈവ് ആണെങ്കിൽ D ഡ്രൈവിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതിന്റെ മുന്നേ D ഡ്രൈവിനകത്ത് നിങ്ങൾ റെക്കോർഡർ എന്നോ മൈ റെക്കോർഡർ എന്നോ എന്തെങ്കിലും പേരിട്ടിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഫോൾഡറും ഇതിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും. ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങെന്താവും, എന്നിട്ട് ഈ FreeHiQ റെക്കോർഡറിന്റെ ഓപ്ഷൻ ബട്ടണിൽ കാണുന്ന ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ D ഡ്രൈവിലേക്ക് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് C ഡ്രൈവിനകത്തേക്ക് പോവുക. അപ്പോൾ C ഡ്രൈവ് പെട്ടെന്ന് ഡ്രൈവ് ഫുൾ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ബാക്കപ്പ് ചെയ്യാൻ പറയുന്നത് മിക്കവാറും അതിനകത്ത് സ്പേസ് കുറവുള്ളത് ഉണ്ടായത് കൊണ്ടാവാം. അതുകൊണ്ടൊന്ന് ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊന്ന് മാറ്റി ചെയ്യുക.
അതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സി ഡ്രൈവിൽ നിന്നും അതിന്റെ റെക്കോർഡിംഗ് ഫയൽ ഔട്ട്പുട്ട് ഫയൽ പോകേണ്ടത് സി ഡ്രൈവിൽ നിന്ന് മാറ്റി ഡി ഡ്രൈവിലേക്ക് മാറ്റാം. മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ വീഡിയോ ഫയൽ MP3യിലേക്ക് മാറ്റാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പൊ അവിടെ ഒരു ലിങ്ക് അടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക എനി വീഡിയോ കൺവെർട്ടർ. സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺവെർട്ടർ സോഫ്റ്റ്വെയർ ആണ് എനി വീഡിയോ കൺവെർട്ടർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ആ എനി വീഡിയോ കൺവെർട്ടർ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾക്ക് ഒരു വീഡിയോ ഫയൽ MP3യിലേക്കോ MP4ലേക്കോ 3G ഫയലിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ ഫയലിനെ തന്നെ MP4 ആക്കിയിട്ടും അതുപോലെ ചില മൊബൈലുകളിൽ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആയാലും വീഡിയോ ആയാലും അതിൽ പിന്നെ കൂടുതലും ഈ FLV പോലത്തെ പ്ലെയറുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കൂടുതലും വരാറുള്ളത്. അപ്പൊ അതിനൊക്കെ വിൻഡോസ് ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ വിൻഡോസ് മീഡിയ പ്ലെയറിൽ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ AVI ഫോർമാറ്റിലൊക്കെ മാറ്റാനൊക്കെ എല്ലാത്തിനും ഒരുപാട് ഫോർമാറ്റുകളിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇനി വീഡിയോ കൺവെർട്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ള ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുന്നു. മൈക്കൂട്ട്. ഓക്കെ, EM മഹ്മൂദ്, നിങ്ങളെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ മൈക്കിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ സ്റ്റീരിയോ മിക്സിലോ ആയിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് PMകൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് DN ഇട്ടോട്ടെ. വന്ന PMകൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. ചിലപ്പോൾ മൈക്ക് എടുക്കാൻ സാധിക്കാത്തവരായിരിക്കാം. അതിൽ SK കോലിക്കൽ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് അടിച്ചിട്ടുള്ള സുഹൃത്ത് അസ്സലാമു അലൈക്കും, പ്ലീസ് ടെൽ മീ ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ ID നെയിം എന്ന് അടിച്ചിട്ടുണ്ട്. എന്താ ID ആണ് എന്നുള്ളത് അടിച്ചിട്ടില്ല. ബൈലക്സ് ID ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ മാർഗമില്ല, നിങ്ങൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന വേണം. അതുപോലെ വേറെ സുഹൃത്ത് അടിച്ചിട്ടുണ്ട് ബ്ലോഗ് ക്ലാസ് വേണം എന്നുള്ളത്. ബ്ലോഗ് ക്ലാസ് എവിടെ കിട്ടും? ബ്ലോഗ് ക്ലാസ് ആയിട്ട് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതുവരെ സ്റ്റീവിലും നമ്മളൊരു ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ക്ലാസ് ഇപ്പം നിലവിൽ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ക്ലാസ് നമുക്ക് വൈക്കായിട്ട് വരുന്നതായിരിക്കും എന്ന് അറിയിക്കുന്നു ആ സുഹൃത്തിനെ. അതുപോലെ മറ്റൊരു സുഹൃത്ത് അടിച്ചുള്ള എന്റെ സിസ്റ്റം ബൈലക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് പ്രോഗ്രാം കനോട്ട് ഡിസ്പ്ലേ ദ വെബ് പേജ് എന്ന് കാണിക്കുന്നു. അത് ഒരുപാട് ആൾക്കാർക്ക് വരുന്ന പ്രശ്നമാണ്. ബൈലക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദിസ് പ്രോഗ്രാം കനോട്ട് ഡിസ്പ്ലേ ദ വെബ് പേജ് എന്ന് കാണിക്കുന്നു എന്നുള്ളത്. അതിന് നമ്മൾ നേരത്തെ ഇന്ന് പരിചയപ്പെടുത്തിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ബൈലക്സ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാം. പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബൈലക്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് രണ്ടാമത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈലക്സ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ടെമ്പററി ഫയലും ബ്രൗസിംഗ് കുക്കീസ് ഹിസ്റ്ററി അതുപോലെ ഡൗൺലോഡ് ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യുക സിസ്റ്റത്തിനകത്തുനിന്ന്. അതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ മുൻകഴിഞ്ഞ IT ക്ലാസ്സുകളിലൊക്കെ ഉണ്ട്. അതുപോലെ ക്ലാസ് റൂമിൽ പല സമയത്തായിട്ട് എടുത്ത ക്ലാസ്സുകളിലെല്ലാം എങ്ങനെ ടെമ്പററി ഫയലും ഈ ഡൗൺലോഡ് ഹിസ്റ്ററി ക്ലീൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ദയവായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. അതിനകത്ത് പറഞ്ഞതുപോലെ ഇത്തരം ഫയലുകളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. ബൈലക്സിനുള്ള ഒരു എറർ തന്നെയാണ്. പിന്നെ കൂടുതലും അത് GCC രാഷ്ട്രങ്ങളിലുള്ളവർക്കാണ് കൂടുതൽ ഈ പ്രശ്നം അനുഭവപ്പെടുന്നത്. കാരണം GCCയിലെ പല രാജ്യങ്ങളിലും ഒമാൻ പോലത്തെ പല രാജ്യങ്ങളും ബൈലക്സ് ഇപ്പൊ നിലവിൽ IP ബ്ലോക്ക് ആയിട്ടുണ്ട്. UAE-യിലൊക്കെ ചില മേഖലകളിൽ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടാമത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, 35 ദിർഹംസ് ഈസ്റ്റ് നോഡ് 32ന്റെ ആന്റിവൈറസ് ഒറിജിനൽ ആയിട്ട് ഒരു വർഷത്തേക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ 35 ദിർഹംസ് MPL അരീകോടിന് എത്തിച്ചു കൊടുത്താൽ അദ്ദേഹം നിങ്ങൾക്ക് പിന്നെ അതിന്റെ കീ ഒരു വർഷത്തേക്കുള്ള രജിസ്ട്രേഡ് കീ
പിന്നെ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ലൈവ് ഉണ്ടോ? തീർച്ചയായിട്ടും അല്പസമയം കൊണ്ട് തന്നെ ലൈവ് എത്തും. ലൈവ് എത്തുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. വേറെ സുഹൃത്ത് വോയിസ് റെക്കോർഡർ എങ്ങനെയെന്നാണ് PM ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ വോയിസ് റെക്കോർഡർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആന്റിവൈറസ് ലിങ്ക് ഉസ്താദെ തീർച്ചയായിട്ടും തരാം. ആന്റിവൈറസ് ലിങ്ക് നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റിൽ പോവാം. സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് മുകളിൽ ഹോം അതുപോലെ ഗാലറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ മെനുകൾ കാണാൻ പറ്റും. ആ മെനുകൾക്കുള്ളിൽ രണ്ടാമത്തെ ഡൗൺലോഡ് എന്ന് കാണുന്ന മെനുവിൽ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടായാൽ തന്നെ സോഫ്റ്റ്വെയർ എന്ന് താഴോട്ട് വേറൊരു മെനു ഓപ്പൺ ആയി വരും. അതിനകത്ത് സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിനോട് ആന്റിവൈറസ് അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ലിങ്ക് ഡയറക്റ്റ് അടിച്ചിട്ടുണ്ട്. ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ഡയറക്റ്റ് ഓപ്പൺ ആവുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് വാടാപ്പള്ളി ഉസ്താദ് റൈസാൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് വേണ്ടി മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദല്ല, ഉസ്താദിന്റെ റൂമിൽ വന്ന ഒരാള് അഷ്കർ മാസ്റ്ററുടെ ഒരു സംശയം. ഈ മെയില് മൊത്തത്തിൽ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് സംവിധാനം ഉണ്ടോ? കുറെ കോണ്ടാക്ട് ലിസ്റ്റിൽ കുറെ ആളുകൾക്ക് ഒറ്റയടിക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി വല്ല ഓപ്ഷൻ ഉണ്ടോ? അതിന് ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഓപ്ഷന് നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഐഡികൾ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നിൽ കൂടുതൽ ഐഡികൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു 10 പേർക്കാണ് മെയിൽ ഫോർവേഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആർക്കാണ് ഫോർവേഡ് ചെയ്യുന്ന ഒരു അഡ്രസ്സ് അടിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, സെൻഡ് ചെയ്യുക ആർക്കാണ് കിട്ടുന്ന സ്വീകർത്താവിന്റെ പിന്നെ അഡ്രസ്സ് അടിക്കുന്ന സ്ഥലത്ത് തന്നെ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക, അടുത്ത ഐഡി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെയും കോമ ഇട്ട് കൊടുക്കുക, അടുത്ത ഐഡി ആഡ് ചെയ്ത് കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള പിന്നെ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ചേർക്കേണ്ടതെന്നാണ്. ഓരോന്നും ചേർക്കാനല്ലേ പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് വേണം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഓരോന്ന് ആഡ് ചെയ്യേണ്ടി വരും. അല്ലാണ്ടൊരു മാർഗം ഞാൻ നോക്കിയിട്ടില്ല. ഇനി മെയിലുമായി കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇല്ലാസ് തൃശ്ശൂരൊക്കെയാണ്. പക്ഷെ അതാ ചോദിച്ചിട്ട് ഞാൻ അതിനൊരു മറുപടി തരാം. അത് കഴിഞ്ഞ് ഗ്രൂപ്പായിട്ട് പിന്നെ ഗ്രൂപ്പും അല്ലാതെ ഞാൻ പറഞ്ഞ മെത്തേഡും അല്ലാണ്ട് ഒരു ചെയ്യാൻ പറ്റിയൊരു മേഖലയെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് നോക്കിയതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മളെ IT ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിനങ്ങനെ പ്രത്യേകിച്ചുള്ള അറിയുന്ന ആർക്കും എന്ത് ചെയ്യാം മറുപടി പറയുന്നതാണ്. ഇത് ഇസ്ലാമിക് റൂമാണോ? സുബ്ഹാനല്ലാഹ്. സുഹൃത്ത്, ഇത് 100% 110% ഇസ്ലാമിക് റൂം തന്നെയാണ്. ഓക്കെ, ഇനി അതിൽ സംശയമൊന്നും വേണ്ട. ഇസ്ലാമിക് പരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഉസ്താദന്മാരുണ്ടാവും. പിന്നെ അതുപോലെ അടുത്ത PM കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ എങ്ങനെ കിട്ടും? ജസ്റ്റ് യൂട്യൂബിൽ കയറുക, സുന്നി ഗ്ലോബൽ വോയിസ് എന്ന് സെർച്ച് ചെയ്യുക. സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഒരുപാട് ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങൾ കാണാൻ സാധിക്കും. അതിനകത്ത് അബൂറഫ അല്ലെങ്കിൽ നവാസ് ഫോർ യു അല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വിഷൻ എന്ന് പറഞ്ഞ 3 ചാനലുകളിൽ ഏത് ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിലേക്ക് മെയിൽ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിഭാഗം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് പിന്നെ എത്തിച്ചു തരുന്നതായിരിക്കും അതിന്റെ ലിങ്ക്. എന്തായാലും നമ്മൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ ലിങ്കുകളൊന്നും വ്യക്തിപരമായിട്ട് ആർക്കും മെയിൽ ചെയ്യുന്നതല്ല. കാരണം ഒരുപാട് പേർക്ക് നമ്മളിങ്ങനെ ഓരോരുത്തർക്കും മെയിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം പിന്നെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ അഡ്വാൻസ്ഡ് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ലിങ്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പ് മെയിലിലൂടെ വിട്ടുതരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ വീഡിയോന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ അൺഇൻസ്റ്റാൾ
പ്രോഗ്രാം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നിങ്ങൾ അടുത്ത IT ക്ലാസ്സിന്റെ മുന്നായിട്ട് സുന്നി ഗ്ലോബൽ വോയിസിന്റെ പിന്നെ ഗ്രൂപ്പ് മെയിലിലൂടെ ലഭിക്കുന്നതാണ് എന്നെല്ലാ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. പിന്നെ ഒരുപാട് PMകൾക്കൊക്കെ കൂടുതലും വന്നിട്ടുള്ളത് ഈ മലയാളം ടൈപ്പിംഗ് ആണ്. മലയാളം ടൈപ്പ് കിട്ടുന്നില്ല എന്ന്. എന്തായാലും സുഹൃത്തുക്കൾ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ വിഷയമായതുകൊണ്ട് പിന്നെ നിങ്ങൾ കഴിഞ്ഞ IT ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ഞാൻ ഇപ്പോഴും ഒന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. വിൻഡോസ് XP ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അതിന്റെ ഒരു ഫോർമാറ്റ് CD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന CD, വിൻഡോസ് XPയുടെ ഒരു CD നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. അത് വിൻഡോസ് XPയിൽ ഒട്ടുമിക്ക XPയിലും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് XP ഉപയോഗിക്കുന്നവരുടെ സിസ്റ്റത്തിനകത്തൊന്നും ഈ ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഡിഫോൾട്ടായിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ആകുന്ന സംഭവമല്ല. വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ആ CD ഉണ്ടെങ്കിൽ ആ CD ആദ്യം ഇട്ടിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലാംഗ്വേജ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവരെ കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ലാംഗ്വേജ് ഇൻപുട്ട് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സുന്നി ഗ്ലോബൽ വോയിസിന്റെ വെബ്സൈറ്റായ www.sunniGlobalVoice.com എന്ന വെബ്സൈറ്റിൽ കയറുക. അതിനകത്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് പേജ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിന്ന് ഗൂഗിൾ ഇൻപുട്ട് സോഫ്റ്റ്വെയർ കിട്ടുന്നതായിരിക്കും. ഓക്കെ എന്ന് സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ PMകൾ ആരും ചോദ്യകർത്താക്കളെ റീസൺ ചെയ്യാമെന്നാണ്, ആരില്ലാത്തതുകൊണ്ടാണ് ഞാൻ PM നോക്കുന്നത്. വേറൊരു സുഹൃത്ത് ഹൗ ടു മേക്ക് സ്റ്റീരിയോ മിക്സ്. അപ്പോൾ സ്റ്റീരിയോ മിക്സ് ആണ് അദ്ദേഹത്തിന് വേണ്ടത്. കുളത്തിങ്ങൽ എന്ന് പറയുന്ന സുഹൃത്ത് ഇപ്പോൾ റൂമിലുണ്ടോ? കുളത്തിങ്ങൽ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത്, കുളത്തിങ്ങൽ എന്ന ഐഡിയയുള്ള സുഹൃത്ത് റൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സിസ്റ്റമാണോ, ഏത് വിൻഡോസ് XP ആണോ 7 ആണോ ഉപയോഗിക്കുന്നത് എന്ന് പിന്നെ നിങ്ങളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റും, പിന്നെ സ്റ്റീരിയോ മിക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഈ സ്റ്റീരിയോ മിക്സ് ഏത് സിസ്റ്റമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ എങ്ങനെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ എന്തായാലും ഇൻഷാല്ലാ ഇനി ചോദ്യാർത്ഥങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്ത് അറിയണമെങ്കിൽ മൈക്ക് എടുക്കാവുന്നതാണ്. ജസ്റ്റ് PMകളൊന്ന് നോക്കട്ടെ. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. PM നോക്കാനതെ ശ്രദ്ധിക്കുന്നുണ്ടോ അസ്കർ ഭായ്?